സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ നമോ വൈ ബ്രഹ്മനിധയേ വാസിഷ്ഠായ നമോ നമഃ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. സജ്ജനങ്ങളെ, നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന മഹത്തായിരിക്കുന്ന പാണ്ഡവീയ സത്രം, ആ സത്രത്തിൻ്റെ ഇന്നത്തെ ദിവസത്തെ അവസാനത്തെ വിഷയപ്രഭാഷണത്തിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിട്ടുള്ളത്. അതിൻ്റെ ആമുഖം വളരെ ചുരുക്കി എന്നാൽ ആശയങ്ങളെ വ്യക്തമാക്കി തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. മഹാഭാരതം നമുക്കറിയാം, ലോകത്തിലെ ഏറ്റവും വിസ്തൃതമായിരിക്കുന്ന ഇതിഹാസമാണ്. രണ്ട് ഇതിഹാസങ്ങളാണ് നമുക്കുള്ളത്, രാമായണവും മഹാഭാരതവും. 1,00,000-ൽ പരം ശ്ലോകങ്ങളോട് കൂടിയിട്ടുള്ളതാണ് മഹാഭാരതം. പക്ഷെ ഇന്ന് നമുക്ക് ലഭ്യമായിരിക്കുന്ന മഹാഭാരത ഗ്രന്ഥങ്ങളിൽ അത്രയും ശ്ലോകസംഖ്യയില്ല. അപ്പം അങ്ങനെയുള്ള മഹാഭാരതം ആദ്യമായി ഉപദേശിച്ചത് ജനമേജയൻ്റെ സർപ്പസത്രത്തിൽ വെച്ച് വൈശമ്പായന മഹർഷിയാണ്. അതിനുശേഷം അതേ മഹാഭാരതം ബഹുജനങ്ങൾക്കിടയിലേക്ക് പ്രവേശിക്കാനുള്ള സാഹചര്യം ശൗനകാദി മഹർഷിമാരാണ് സൃഷ്ടിച്ചത്. അവർ 12 വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു മഹായജ്ഞം ആരംഭിച്ചു. ആ മഹായജ്ഞത്തിലേക്ക് എത്തിച്ചേർന്ന ലോമഹർഷണപുത്രനായിരിക്കുന്ന സൂതൻ, ഉഗ്രശ്രവസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തെ വളരെ ആദരവോടുകൂടി ഋഷീശ്വരന്മാർ സ്വീകരിച്ചിരുത്തി. ജ്ഞാനികളെ എക്കാലത്തും, ആർഷ പരമ്പരയുടെ പ്രത്യേകത ജ്ഞാനികളെ ബഹുമാനിച്ചിരുന്നു, ആദരിച്ചിരുന്നു എന്നാണ്. സൂതനോടവർ ചോദിച്ചു, അങ്ങ് എവിടെ നിന്നാണ് വരണത്? അപ്പോൾ പറഞ്ഞു, ഞാൻ വൈശമ്പായന മഹർഷിയുടെ ഭാരത കഥാകഥനത്തിൽ നിന്നാണ് വരിക. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്കും ആ ഭാരതത്തെ ഒന്ന് കേട്ടാൽ കൊള്ളാം. അങ്ങ് നല്ലപോലെ ശ്രവിച്ചയാളാണല്ലോ. സൂതൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഒരു തവണ ഒരു പുരാണമാകട്ടെ ചരിത്രമാകട്ടെ കേട്ടാൽ അത് ഹൃദിസ്ഥമായിരിക്കുന്ന ആളാണ് സൂതൻ. അങ്ങനെയാണ് ശൗനക സംവാദ രൂപത്തിൽ മഹാഭാരതം സമാജത്തിലേക്ക് ഇത്ര വ്യാപകമാകാനുള്ള സാഹചര്യം അങ്ങനെയാണ് ഉണ്ടായതെന്നാണ്. അപ്പം ഇങ്ങനെയുള്ള മഹാഭാരതം ഒരു കഥയാണോ എന്ന് വെച്ചാൽ കഥയല്ല, ഒരു ചരിത്രമാണ്. നമ്മൾ ധാരാളം ചരിത്രം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററി നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മളെ 947 മുമ്പ് ഭരിച്ചിരുന്ന ബ്രിട്ടീഷുകാരൻ്റെ ചരിത്രം, അതിനു മുമ്പ് ഭരിച്ചിരുന്ന ആക്രമണകാരികളായിരിക്കുന്ന രാജാക്കന്മാരുടെ മുഗൾ വംശത്തിൻ്റെ ചരിത്രം, ഭാരതീയ സംസ്കൃതിയിലെ രാജാക്കന്മാരുടെ ചരിത്രം നമ്മൾ വളരെ കുറച്ചാണ് പഠിച്ചിട്ടുള്ളത്. അതിനു മുമ്പ് വിസ്തൃതവും വിശാലവുമായിരിക്കുന്ന ധർമ്മവ്യവസ്ഥിതിയെപ്പറ്റിയാണ് ഇതിഹാസങ്ങൾ പ്രതിപാദിക്കുന്നത്. ഇതിഹാസം അതുകൊണ്ട് ചരിത്രമാണ്.
അതിൽ കഥകളും അതിശയോക്തിപരമായിരിക്കുന്ന പ്രസ്താവനകളുമില്ല എന്ന് അർത്ഥമില്ല. പക്ഷേ ഇതിഹാസം ചരിത്രമാണ്. മാത്രമല്ല, ഇതിഹാസങ്ങളുടെ പ്രത്യേകത, ഇതിഹാസങ്ങളും പുരാണങ്ങളും പൊതുവെ പറയാറുള്ളത് ഇതിഹാസ പുരാണാനി പഞ്ചമോ വേദ ഉച്യതേ എന്നാണ് പറയുക. എന്തിനാണ് ഈ ഇതിഹാസങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് നൽകിയത്, അല്ലെങ്കിൽ പുരാണങ്ങൾ നൽകിയതെന്ന് ചോദിച്ചാൽ അതിന് വ്യാസമഹർഷി പറയുന്നുണ്ട്, ഇതിഹാസ പുരാണാഭ്യാം വേദം സമുപബൃംഹയേത്. വെറുതെ പറയാനല്ല, എന്തെങ്കിലും വായിൽ തോന്നിയത് പറയാനല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളുടെ ആശയത്തെ വിശദീകരിക്കാനുമല്ല, എൻ്റെയോ മറ്റൊരാളുടെയോ ആശയം പറയാനുമല്ല. ഇതിഹാസങ്ങളും പുരാണങ്ങളും നമ്മുടെ മുമ്പിലേക്ക് രചിച്ചിട്ടുള്ളത് വേദതത്വങ്ങളെ സമഗ്രമായിട്ട് ഉപദേശിക്കാൻ വേണ്ടിയിട്ടാണ്. വേദമെന്നാൽ നമുക്കറിയാം, വിത് എന്ന ശബ്ദത്തിൽ നിന്ന് ഉത്പന്നമായിരിക്കുന്ന വേദമാണ് നമ്മുടെ അടിസ്ഥാന ശാസ്ത്രം. സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാന ശാസ്ത്രമെന്ന് വിശദീകരിക്കുന്നത് വേദമാണ്. അപ്പോൾ വേദം വിത് ജ്ഞാനേ വിത് ലഭതേ വിത് വിചാരിണമതേ എന്നൊക്കെ വിശദീകരിക്കുന്ന വേദതത്വത്തെ, തത്വമെന്നാൽ നമ്മളെ സംബന്ധിച്ചതാണ് എന്നുള്ളത് കൊണ്ട് അതിനെ കഥകളിൽ കൂടി, ആഖ്യാനങ്ങളിൽ കൂടി, ജീവചരിത്രത്തിൽ കൂടി നമ്മുടെ മുമ്പിലേക്ക് വർണ്ണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിഹാസ പുരാണങ്ങൾ രചിച്ചിട്ടുള്ളത്. അതിൽ മഹാഭാരതത്തിൻ്റെ പ്രത്യേകത, 18 പുരാണങ്ങളിലും 18 ഉപപുരാണങ്ങളിലും 2 രാമായണം എന്ന ഇതിഹാസത്തിലും വർണ്ണിച്ചിട്ടുള്ള മുഴുവൻ വിഷയങ്ങളെയും ഒരേ ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് മഹാഭാരതോ നാമ പഞ്ചമം വേദ എന്ന് വിശദീകരണം. ആ മഹാഭാരതവും നമ്മളും തമ്മിലുള്ള ബന്ധം എന്താണ്? അവിടെയാണല്ലോ നമ്മളും മഹാഭാരതവും തമ്മിലുള്ള ബന്ധം. മഹാഭാരതം മറ്റൊന്നാണ്, പാണ്ഡവന്മാരുടെ ചരിത്രമാണ്, കൗരവന്മാരുടെ ചരിത്രമാണ്, അല്ലെങ്കിൽ ധൃതരാഷ്ട്രന്റെ ചരിത്രമാണ്, എന്നോ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളതാണ് എന്ന് മാത്രം വെച്ചാൽ, അങ്ങനെ സങ്കല്പിച്ചാൽ, അങ്ങനെയാണ് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നതെങ്കിൽ നമ്മളുമായിട്ട് യാതൊരു ബന്ധമില്ലാതെ പോകും. അവിടെയാണ് മഹാഭാരതത്തിലെ ഓരോ വ്യക്തിത്വങ്ങളും, വിഷയം തന്നെ അതാണല്ലോ മഹാഭാരതത്തിലെ അവതാരങ്ങളുടെ ശാസ്ത്രീയത. ശാസ്ത്രമെന്ന് പറഞ്ഞാൽ മാർഗനിർദ്ദേശകമാകുന്നത് എന്താണോ അതിനെയാണ് ശാസ്ത്രം എന്ന് പറയാം. സയൻസ് മാർഗനിർദ്ദേശകമല്ല ഒരിക്കലും. കാരണം സയൻസ് മാറ്റത്തിന് വിധേയമാണ്. പക്ഷെ നമ്മുടെ ഋഷി പരമ്പര, ഋഷിമാർ നൽകിയിരിക്കുന്ന ശാസ്ത്രത്തിൻ്റെ പ്രത്യേകത, അത് കൃത്യമായ മാർഗനിർദ്ദേശമുള്ളതാണ്. ആധുനിക ശാസ്ത്രമെന്ന് സംബോധന ചെയ്യുന്ന വാക്ക് അങ്ങനെ സംബോധന ചെയ്യുന്നേ ഉള്ളൂ. സയൻസ് മാർഗനിർദ്ദേശകമല്ല. കാരണം ഇന്നലെ പറഞ്ഞതല്ല സയൻസ് ഇന്ന് പറയാം, ഇന്ന് പറഞ്ഞതല്ല നാളെ പറയാം. ഉദാഹരണം പറഞ്ഞാൽ, കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഫിസിക്സ് പഠിച്ചിരുന്ന വിദ്യാർത്ഥികളെല്ലാം പഠിച്ചത് ലോകത്തിലെ ഏറ്റവും ചെറിയ ഘടകം ആറ്റമാണെന്നാണ്. കുറേ നാൾ കഴിഞ്ഞപ്പോൾ അത് വീണ്ടും സയൻസ് മാറ്റി പറഞ്ഞു, ആറ്റത്തെ 2ആയിട്ട് വിഭജിക്കാം, പ്രോട്ടോണും ന്യൂട്രോണും ആക്കി വിഭജിക്കാമെന്ന് പഠിച്ചു. അപ്പോൾ കുറേ കാലത്തെ വിദ്യാർത്ഥികൾ പഠിച്ചെന്താ? പ്രോട്ടോണും ന്യൂട്രോണും എന്ന് പഠിച്ചു. അത് കഴിഞ്ഞപ്പോൾ അതേ സയൻസ് പറയേണ്ടത് എന്താ? പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും വീണ്ടും വിഭജിക്കുക. അപ്പോൾ ആറ്റം എന്താണ് അറിയില്ല. അണോരണീയാൻ മഹതോ മഹീയാൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഭാവത്തെ അറിയാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ശാസ്ത്രം, സയൻസ് മാർഗനിർദ്ദേശകമല്ല, അത് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു കാലഘട്ടത്തിൽ പ്രയോജനം ചെയ്യുന്നു, വേറൊരു കാലഘട്ടത്തിൽ മാറ്റം വരുന്നു. പക്ഷെ ഇവിടെ ഋഷി എന്ന് വെച്ചാൽ ദർശനമുള്ളയാളെന്നാണല്ലോ അർത്ഥം. ആ ഋഷി നമ്മുടെ മുമ്പിലേക്ക് വെച്ചിരിക്കുന്ന ഓരോ കഥാപാത്രങ്ങളും നമ്മൾ തന്നെയാണ്. അത് ദുശാസനനാകട്ടെ, ദുര്യോധനനാകട്ടെ, അല്ലെങ്കിൽ പാണ്ഡു ആകട്ടെ, ഇതെല്ലാം നമ്മൾ തന്നെയാണ്. അതിൽ മഹാഭാരതത്തിൻ്റെ വൈശിഷ്ട്യം, ധർമ്മത്തെ പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് മഹാഭാരതം. ധർമ്മത്തെ ആധികാരികമായി വർണ്ണിച്ചിട്ടുള്ളത് രാമായണമാണ്. കാരണം രാമനെ നമ്മുടെ മുമ്പിലേക്ക് വെച്ചിട്ട് വാൽമീകി മഹർഷി പറഞ്ഞത് രാമോ വിഗ്രഹവാൻ ധർമ്മ എന്ന് വെച്ചാൽ, അതായത് രാമൻ ചെയ്തതെല്ലാം ധർമ്മമാണ്, അധർമ്മമൊന്നും രാമൻ ചെയ്തിട്ടില്ല. പക്ഷേ മഹാഭാരതത്തിൽ ധർമാധർമ്മ വിവേകങ്ങളെ കൃത്യമായിട്ട് നിർണയിക്കുകയാണ് വ്യാസൻ ചെയ്യുക. അതെങ്ങനെയാണ്? വെറുതെ അയാൾ ഇങ്ങനെ ചെയ്തു, ഇയാൾ ഇങ്ങനെ ചെയ്തു എന്ന് പറയല്ല. വേദവ്യാസൻ തൻ്റെ സ്വന്തം മക്കളിൽ കൂടിയിട്ടാണ് ഈ ആശയത്തെ നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്നത്. നമുക്കറിയാം,
മനുഷ്യന്റെ പുരുഷാർത്ഥങ്ങൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നിവയാണ്. നമ്മുടെ ജീവിതത്തിലെല്ലാം സമഗ്രമായി വേണ്ടതാണ് ഇതൊക്കെ. ധർമ്മനിഷ്ഠയുണ്ടാകണം നമ്മളെ സംബന്ധിച്ച്. രണ്ടാമത്, നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ലോകത്തിലെ സുഖം നമുക്ക് ആവശ്യമാണ്. രണ്ട് തരത്തിലുള്ള സുഖമുണ്ട്. സുഖത്തെപ്പറ്റി നേരത്തെ അദ്ദേഹം വിശദീകരിച്ചു. ഒന്ന് ആത്മസുഖവും, രണ്ട് ഭൗതിക സുഖവും. ഈ ഭൗതിക സുഖത്തിനൊരു പ്രത്യേകതയുള്ളത്, അത് ശാശ്വതമല്ല. ഇന്ന് നമുക്ക് സുഖം നൽകുന്നത് നാളെ ദുഃഖം നൽകും. ഇന്ന് നമുക്ക് സുഖം നൽകുന്നു എന്ന് നമ്മൾ വിചാരിക്കുന്നത് തന്നെ നാളെ നമുക്ക് ദുഃഖം നൽകും. അല്ലെങ്കിൽ എന്ത് ചെയ്യും? ആ സുഖവസ്തുവിനെ നമ്മൾ ഉപേക്ഷിച്ച് മറ്റൊന്നിനെ സ്വീകരിക്കും. അപ്പൊ രണ്ട് തരത്തിലുള്ള സുഖം ഇവിടെയുണ്ട്. ഒന്ന് ആത്മസുഖവും, രണ്ട് ഭൗതിക സുഖവും. അവ രണ്ട് നമുക്ക് വേണ്ടതാണ്. അതുകൊണ്ടാണ് ഈ ആത്മീയത എന്ന് പറയുന്നത് നമ്മളിൽ നിന്ന് വ്യത്യസ്തമല്ല, നമ്മളോട് ചേർന്നിരിക്കുന്നതാണ് ആത്മീയത. അപ്പൊ ഭൗതിക സുഖം കിട്ടാൻ രണ്ടു മാർഗങ്ങളാണുള്ളതെന്നാ പറയാ. ഒന്ന്, ലോകസുഖം കിട്ടാനുള്ള രണ്ടു മാർഗങ്ങളിൽ ഒന്ന് ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കുക. രണ്ടാമത്തെ മാർഗം എന്ന് പറയാ ആഗ്രഹത്തെ പൂർത്തീകരിക്കാൻ വേണ്ടി ധനത്തെ സമ്പാദിക്കുക. ഇതിനെയാണ് അർത്ഥകാമങ്ങൾ എന്ന് പറയാം. അപ്പൊ ലോകസുഖം, ലോകത്തിൽ കിട്ടേണ്ട സുഖം, ഭൗതിക സുഖം, ലോകസുഖം എന്ന് പറയേണ്ടത് കിട്ടുന്നത് രണ്ടു മാർഗത്തിലാണ്. ഒന്ന് ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കുക, രണ്ടാമതായിട്ട് ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കാൻ വേണ്ടി ധനത്തെ സമ്പാദിക്കുക. പക്ഷെ ജീവിതം എന്ന് പറയേണ്ടത് ആഗ്രഹ പൂർത്തീകരണം മാത്രമല്ല, ധനസമ്പാദനം മാത്രമല്ല. ഈ ധനസമ്പാദനമാകട്ടെ, ആഗ്രഹ പൂർത്തീകരണമാകട്ടെ, ഇതെല്ലാം ധർമ്മത്തിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മുടെ ആചാര്യന്മാർ നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പൊ ജീവിതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ധർമ്മനിഷ്ഠയാകണം എന്നാണ്. നമ്മുടെ ഭാരതം വളരെ വ്യക്തമാക്കുന്നുണ്ട്. യഥോ ധർമ്മസ്തതോ ജയ എന്ന് ഉദ്ഘോഷിക്കുന്നുണ്ട് ഭാരതം. യഥോ ധർമ്മസ്തതോ ജയ. ധർമ്മം നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനമാണ്. അപ്പൊ യഥോ ധർമ്മസ്തതോ ജയ ഉദ്ഘോഷിച്ചുകൊണ്ടാണ് ഭാരതത്തിൽ മുഴുവൻ നമുക്ക് ധർമ്മത്തിൻ്റെ വിശാലമായിരിക്കുന്ന തലത്തെ കാണാൻ സാധിക്കും. അപ്പൊ എന്തായി ധർമ്മം? ധർമ്മം എന്ന് പറയുന്നത് ധാരയത്തെ ഇതി ധർമ്മ എന്ന് പറയുന്നു. നമ്മളെ നിലനിർത്തുന്നത് എന്താണോ അതാണ് ധർമ്മം. ശങ്കരാചാര്യസ്വാമികൾ ഈ ധർമ്മത്തിന് വിശേഷമായിരിക്കുന്ന ഒരു അർത്ഥതലം കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ജഗതസ്ഥിതി കാരണം പ്രാണിനാം സാക്ഷാത് അഭ്യുദയ നിശ്രയസഹേതു യസധർമ്മ എന്ന് പറഞ്ഞു. ഈ ജഗത്തെന്ന് പറയുന്നത് നമ്മൾ ജീവിക്കുന്ന ഈ മഹാപ്രപഞ്ചം, നമ്മൾ ഉൾപ്പെടുന്ന മഹാപ്രപഞ്ചം, ഈ മഹാപ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന് കാരണവും പ്രാണികളുടെ, നമ്മളെല്ലാം പ്രാണനുള്ളവരെല്ലാം പ്രാണികളാണ്, ഈ പ്രാണികളുടെ ശരിയായിരിക്കുന്ന അഭ്യുദയത്തിനും, എന്നുവെച്ചാൽ ഭൗതികമായ സുഖഭോഗങ്ങൾക്കും ഉയർച്ചയ്ക്കും നിശ്രേയസത്തിനും പരമമായിരിക്കുന്ന ലക്ഷ്യത്തിനും ഹേതുവായിരിക്കുന്നത് യാതൊന്നാണോ അതിനെയാണ് ധർമ്മം എന്ന് പറയാം. ധർമ്മം എന്താണെന്ന് അന്വേഷിച്ച് ചെല്ലുമ്പോൾ ബോധ്യപ്പെടും, ധർമ്മം എന്നുള്ളത് ഈശ്വരൻ എന്ന് പറഞ്ഞ മഹാഭാവത്തെ സ്മരിച്ചുകൊണ്ട് നമ്മുടെ കർമ്മങ്ങളെ നന്നായിട്ട് നിർവഹിക്കലാണെന്ന് പറയേണ്ടി വരും. അതുകൊണ്ടാണ് ധർമ്മം എന്ന് പറയുന്നത് ധാരയത്തെ ഇതി ധർമ്മ എന്ന് പറയണം. അപ്പൊ നമ്മളെ നിലനിർത്തുന്നത് ധർമ്മമാണെന്ന് പറയുമ്പോൾ ധർമ്മം ധാരയത്തെ, ധരിക്കുന്നത് എന്താണോ ധർമ്മം, നമ്മളെ ധരിപ്പിക്കുന്നത് എന്താണോ ധർമ്മം എന്ന് പറയുന്നു. അപ്പൊ നമ്മുടെ എല്ലാം ജീവിതത്തിന്റെ അടിസ്ഥാനം ധർമ്മമാകണമെന്ന്. അതുകൊണ്ടാണ് പുരുഷാർത്ഥങ്ങളിൽ ധർമ്മത്തിന് പ്രാഥമികമായിരിക്കുന്ന സ്ഥാനം നമ്മുടെ ആചാര്യന്മാർ നൽകിയിട്ടുള്ളത്. കാരണം ധർമ്മത്തെ നമ്മൾ മുറുകെ പിടിച്ചാൽ ആ ധർമ്മം നമ്മളെ രക്ഷിക്കുമെന്നാണ്. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ധർമ്മോ രക്ഷതി രക്ഷിത എന്ന് പറയും. അപ്പൊ ധർമ്മം, പിന്നെയോ അർത്ഥം, കാമം, പിന്നെ മനുഷ്യന്റെ പരമലക്ഷ്യം. മനുഷ്യജീവിതത്തിന്റെ പുരുഷാർത്ഥങ്ങളാണ് ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്ന് പറഞ്ഞിട്ട് മനുഷ്യന്റെ പരമലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? മോക്ഷമാണ്. എന്തായി മോക്ഷം? ആ മോക്ഷത്തെ പറ്റി സ്പഷ്ടമായിട്ട് ഋഷി പറഞ്ഞു, മോക്ഷം എന്ന് പറയുന്നത് മരിച്ചു കഴിഞ്ഞ് കിട്ടേണ്ട ഒരു അനുഭവമല്ല. മോക്ഷം എന്ന് പറയേണ്ടത് ജീവിച്ചിരിക്കുമ്പോൾ കിട്ടേണ്ടുന്ന ഒരു അനുഭവമാണ് മോക്ഷം. മോഹക്ഷയ, മോഹത്തെ, സകല മോഹഭാഗങ്ങളെയും ഇല്ലാതെയാക്കുന്ന തലമാണ് മോക്ഷം. അതെപ്പോഴാണ് കിട്ടേണ്ടതെന്ന് വെച്ചാൽ ജീവിച്ചിരിക്കുമ്പോൾ കിട്ടണം. നമ്മൾ വിഷ്ണുവിനെ ഭജിക്കുന്നു, മരിച്ചു കഴിഞ്ഞ് വൈകുണ്ഠത്തിലേക്ക് പോകാനിരിക്കലല്ല മോക്ഷം.
മഹാദേവനെ ഭജിക്കുന്നു, മരിച്ചു കഴിഞ്ഞ് കൈലാസത്തിലേക്ക് പോകാനിരിക്കുന്നല്ല മോക്ഷം. മോക്ഷമെന്ന് പറയേണ്ടത് ഇവിടെ ലഭിക്കേണ്ട ഒന്നാണ്. മനുഷ്യന്റെ ജീവിത ലക്ഷ്യം അതാണ്. എന്താണ് ഈ മോക്ഷമെന്ന് ചോദിച്ചാൽ അതിനെ വളരെ വിശാലമായ വാക്കുകളിൽ കൂടി പറഞ്ഞിട്ട് ചുരുക്കിയാണ് മോക്ഷം എന്ന് പറയാം. എന്താ? പരമമായ ശാന്തി, പരമമായ സംതൃപ്തി, പരമമായ സമാധാനം, പരമമായിരിക്കുന്ന ആനന്ദം, ഇതിനെ എല്ലാം കൂടി ചേർത്തിട്ട് ഒറ്റ വാക്കിൽ പറഞ്ഞു മോക്ഷം എന്ന് പറഞ്ഞു. അപ്പൊ ജീവിതത്തിൽ, മനുഷ്യന്റെ ജീവിതത്തിൽ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നിവയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട് എന്ന് മാത്രമല്ല, ജീവിതത്തിന്റെ പരമലക്ഷ്യം എന്ന് പറയുന്നത് മോക്ഷമാണ്. സന്തോഷത്തോടുകൂടി ജീവിക്കലാണ്. സന്തോഷം എവിടെയാ വേണ്ടെന്ന് വെച്ചാൽ ഉള്ളിൽ വേണം. സന്തോഷം പുറമേക്കല്ല. പുറമേക്കുള്ള സന്തോഷത്തിന്റെ പ്രശ്നം നേരത്തെ പറഞ്ഞതുപോലെയാണ്, താൽക്കാലികമാണ്. കാരണം ഇന്ന് നമുക്ക് സന്തോഷം നൽകുന്ന വസ്തു നാളെ സന്തോഷം നൽകില്ല. നമ്മളെല്ലാം സന്തോഷം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. എവിടെ അന്വേഷിക്കുക? നമ്മൾ പറയുന്നു അത് കിട്ടിയാൽ എനിക്ക് സന്തോഷം, ഇത് കിട്ടിയാൽ എനിക്ക് സന്തോഷം, അതെൻ്റെ സ്വന്തമായാൽ എനിക്ക് സന്തോഷം, ഇതെൻ്റെ സ്വന്തമായാൽ സന്തോഷം. അപ്പോൾ എൻ്റെ സന്തോഷം, നമ്മുടെ എല്ലാ സന്തോഷം എവിടെ ഇരിക്കുന്നു? അതില്, ഇതില്, അവരില്, ഇവരില് ഒക്കെയാണ് ഇരിക്കുക. അപ്പൊ എന്താ പ്രശ്നം? അതൊന്നും ഇല്ലെങ്കിൽ സന്തോഷം ഇല്ലെന്നാണ് അർത്ഥം. അപ്പൊ ഈ സന്തോഷം ഇല്ലാത്തതിന്റെ പ്രധാന കാരണം എന്താ? ആ ധർമ്മനിഷ്ഠ ഇല്ലാത്തതുകൊണ്ട്. ധർമ്മനിഷ്ഠ ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? ഞാൻ എന്താണ്, താൻ എന്താണെന്നറിയണം, തൻ്റെ നിലനിൽപ്പിന് കാരണം എന്താണെന്നറിയണം, തൻ്റെ നിലനിൽപ്പിന്റെ കാരണമായിരിക്കുന്ന ചേതനയെ നമ്മൾ അറിയണം. ഞാൻ ആരാണെന്ന് നമ്മളോട് ചോദിച്ചാൽ ഒരു പേരുണ്ട്. പേരിന്റെ പുറകെ അന്വേഷിച്ച് എന്നാൽ നമുക്കൊരു സത്യം ബോധ്യപ്പെടും. കാരണം നമ്മുടെ നിലനിൽപ്പിന് കാരണമായിരിക്കുന്നത് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ചൈതന്യമാണ്. ആ ചൈതന്യമാണ് നമ്മുടെ ബലം. ആ ചൈതന്യമില്ലെങ്കിൽ നമ്മളില്ല. സ്ഥാനമാനങ്ങളില്ല, ബഹുമാനമില്ല, ആദരവില്ല, ഒന്നുമില്ല. ഞാനെന്ന് നമ്മളൊക്കെ അഭിമാനത്തോടുകൂടി പറയുന്നതും എൻ്റേതെന്ന ഭാവത്തോടുകൂടി നമ്മൾ പ്രവർത്തിക്കുന്നതിൻ്റെയും കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലിരിക്കുന്ന മഹാചൈതന്യമാണ്. പ്രപഞ്ചമാസകലം നിറഞ്ഞിരിക്കുന്ന ആ ചൈതന്യം നമ്മുടെ ഉള്ളിൽ ആത്മസ്വരൂപിയായി അനുസന്ധാനമായിട്ടിരിക്കുന്നു. അപ്പൊ ഈ ധർമ്മം എന്ന് പറഞ്ഞ ഭാവത്തെ നമ്മൾ സ്വീകരിച്ചുകൊണ്ട് വേണം ജീവിതയാത്ര ചെയ്യാൻ. അതുകൊണ്ടാണ് വ്യാസമഹർഷി മഹാഭാരതത്തിൽ, വ്യാസന് 4 പുത്രന്മാരാണ്, നമുക്കറിയാം. 4 മക്കളുണ്ട് വേദവ്യാസ മഹർഷിക്ക്. ധൃതരാഷ്ട്രൻ, പാണ്ഡു, അതേപോലെ തന്നെ വിതുരൻ, 4മതായിട്ട് ശ്രീശുകൻ. ഈ 4 പുത്രന്മാരെ നമ്മുടെ മുമ്പിലേക്ക് വെച്ചിട്ടാണ് വ്യാസൻ നമ്മൾ എങ്ങനെയാണ് ഈ കർമ്മങ്ങളെ നിർവഹിക്കേണ്ടത് എന്ന് പറയാം. എങ്ങനെയാണെന്നും എങ്ങനെയാകരുതെന്നും വ്യാസൻ പറയുന്നുണ്ട്. അപ്പൊ ധർമ്മം, തൻ്റെ മൂത്ത മകൻ, അദ്ദേഹത്തിന്റെ മൂത്ത പുത്രൻ എന്ന് പറയുന്നത് നമുക്കറിയാം ധൃതരാഷ്ട്രനാണ്. ധൃതരാഷ്ട്രനെ നമ്മുടെ മുമ്പിലേക്ക് വെച്ചിട്ട് വ്യാസമഹർഷി പറയണെന്താണെന്നറിയാമോ? അർത്ഥം എങ്ങനെ സമ്പാദിക്കരുത് എന്നാണ് പറയാം. ധൃതരാഷ്ട്രൻ അർത്ഥത്തിന്റെ പ്രതീകമാണ്. നോക്കൂ, നമ്മൾ തന്നെ നോക്കൂ, ആ ചരിത്രത്തിലേക്ക് വന്നാൽ ധൃതരാഷ്ട്രൻ അമിത ബലവാനാണ്. അവന് 10,000 ആനയുടെ ബലമുണ്ട്. 10,000 ആനയുള്ളതെന്ന് വെച്ചാൽ അത്രയ്ക്ക് ബലശാലിയാണെന്നാണ് അർത്ഥം. 100 പുത്രന്മാരുണ്ട്. അപ്പൊ അമിത ബലവാനായിരിക്കുന്ന 100 സന്താനങ്ങളുള്ള ധൃതരാഷ്ട്ര മഹാരാജാവിന് അവസാനം എന്താ ജീവിതത്തിൽ സംഭവിച്ചത് നമ്മൾ കേൾക്കുന്നുണ്ട്. ആ ചരിത്രം കേൾക്കുന്നുണ്ട്. മൃതപിണ്ഡം വെക്കാൻ ഒരു പുത്രൻ ഉണ്ടായിരുന്നില്ല. മൃതപിണ്ഡം ഏതൊരു പിതാവും ഏതൊരു മാതാവും ആഗ്രഹിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ജീവിതത്തിന്റെ അന്ത്യേഷ്ടി കർമ്മങ്ങൾ ചെയ്യാനുള്ള അവകാശം ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ട് എല്ലാവർക്കും. ഇന്നത്തെ കാലത്തുണ്ടോന്നും അറിയില്ല, എങ്കിലും ഉണ്ട് സ്വാഭാവികമായിട്ട്. അപ്പൊ ഇവിടെ പറഞ്ഞു വന്നത്, ഈ 100 പുത്രന്മാരുണ്ടായിട്ടും മൃതപിണ്ഡം വെക്കാൻ ധൃതരാഷ്ട്രന് സാധിച്ച് ആരും ഇല്ലായിരുന്നില്ല. എന്ന് മാത്രമല്ല, ആരെയാണോ ധൃതരാഷ്ട്രൻ ഉപദ്രവിച്ചത്, ആ ഉപദ്രവിച്ച പാണ്ഡവന്മാരുടെ ആശ്രിതനായിട്ട് താമസിക്കേണ്ട സാഹചര്യം ഉണ്ടായി. ശ്രദ്ധിക്കേണ്ട വസ്തുതയാണ്. ഭാരതത്തിൽ അതിനെ വർണ്ണിച്ചിട്ടുണ്ട്. പാണ്ഡവന്മാരുടെ ആശ്രിതനായിട്ട് താമസിക്കേണ്ടി വന്നു. ഭക്ഷണം കൊണ്ട് കൊടുക്കുമ്പോൾ ധർമ്മപുത്രർ പറയും, ഭീമനെ അങ്ങോട്ട് കയറ്റരുത് കേട്ടോ. ഭീമൻ എന്തെന്ന് വെച്ചാൽ ഈ ഭക്ഷണം കൊണ്ട് കൊടുക്കുന്ന ആളെ കണ്ണുരുട്ടി കാണിച്ചിട്ട് എന്ത് ചെയ്യും? ഭക്ഷണം വാങ്ങിക്കൊണ്ടു, കണ്ണ് കാണില്ലല്ലോ. അടുത്തുകൊണ്ടിരുന്ന് ചപ്പാത്തിയും ചോറും ഒക്കെ ആകാം, ഇതൊക്കെ കയ്യിലെടുത്തിട്ട് വായിലേക്ക് വെച്ചു കൊടുക്കും. അതിലേക്ക് വെച്ച് കൊടുത്ത് ഇത് ചവച്ചരയ്ക്ക് താഴേക്ക് ഇറങ്ങുമ്പോൾ ഭീമൻ പറയും, രാജാവേ, ഭീമനാണ് ഭക്ഷണം തന്നത്.
ഏത് കൈ കൊണ്ടാ തന്നതെന്നറിയാമോ? അങ്ങയുടെ മൂത്തപുത്രന്റെ തുടയല് തല്ലി തകർത്ത കൈകൾ കൊണ്ടാണ്. പിന്നെയോ രണ്ടാമത്തെ മകന്റെ മാറിടം വലിച്ചു കയറി രക്തപങ്കിലമായ കൈകൾ കൊണ്ടാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, എങ്ങനെ അകത്തോട്ട് പോകും? അപ്പൊ ഇങ്ങനൊരു അവസ്ഥ ധൃതരാഷ്ട്രൻ ഉണ്ടാക്കിയത് ആരാ? പാണ്ഡവന്മാരാണോ? അല്ല, പാണ്ഡവന്മാരല്ല. ഇനി വ്യാസമഹർഷിയാണോ? വ്യാസമഹർഷിയല്ല. ധൃതരാഷ്ട്രന് അർത്ഥത്തോടുള്ള അമിതമായിരിക്കുന്ന ആസക്തിയാണ് ഇതിന് കാരണമെന്നാണ്. മാത്രല്ല, ഈ നമ്മൾ ഈ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രിയം പലരോടും ഉണ്ടാവും. മക്കളോട് പ്രിയമുണ്ട്, ഭാര്യയോട് പ്രിയമുണ്ട്, ഭർത്താവിനോട് പ്രിയമുണ്ട്, ധനത്തോട് പ്രിയമുണ്ട്. പക്ഷേ അത് അമിതമായാൽ പ്രശ്നം. അതിനാണ് ഏഷണത്രയങ്ങൾ എന്ന് പറയും. പുത്രേഷണ, വിത്തേഷണ, ദാരേഷണ എന്ന് പറയും. പുത്രന്മാരോടുള്ള അമിതമായ പ്രിയം. നോക്കൂ, സമാജത്തിൽ നമ്മൾ നോക്കിയാൽ കാണാം, സമാജത്തിൽ സന്താനങ്ങൾ വഴിവിഴച്ചു പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഘടകത്തെ അന്വേഷിച്ച് ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നതെന്ന് വെച്ചാൽ, സന്താനങ്ങൾ ചെയ്ത തെറ്റുകളെ സമയാസമയങ്ങളിൽ ചൂണ്ടിക്കാണിക്കാൻ ആധുനിക കാലഘട്ടത്തിലെ മാതാപിതാക്കൾക്ക് സാധിക്കാത്തതുകൊണ്ട്. അതെന്താ കാരണം? അയ്യോ, എൻ്റെ ഒറ്റ മോനാണ്, എൻ്റെ ഒറ്റ മോളാണ്, എൻ്റെ പ്രിയപ്പെട്ട മോനാണ്, അവൻ പഠിക്കുന്നയാളാണ്, അല്ലെങ്കിൽ അവൾ പഠിക്കുന്നയാളാണ്, അതുകൊണ്ട് എന്തും ചെയ്യാനാണ്. വലിയ വിഷയമാണ്. അപ്പോൾ കാലാകാലങ്ങളിൽ ശ്രദ്ധിക്കേണ്ട സമയത്ത് ശ്രദ്ധിച്ചില്ല എങ്കിൽ എന്തുകൊണ്ടാ? അവർ ചെയ്തിരിക്കുന്ന സകല ദുഷ്ടതയ്ക്കും കൂട്ടുന്നു. അവിടെയാണ് ഈ കൗരവന്മാരുടെ സകല ദുഷ്ടതയ്ക്കും. ഇദ്ദേഹത്തെ പറ്റി പറയേണ്ട എന്താ? ധർമ്മം അറിയാവുന്ന ആളാണ് ധൃതരാഷ്ട്രൻ. മോശക്കാരനൊന്നുമല്ല, കണ്ണ് കാണില്ല എന്ന് മാത്രമേ ഉള്ളൂ. ധൃതരാഷ്ട്രന്റെ പേര് രാഷ്ട്രത്തെ ആലിംഗനം ചെയ്ത് സമ്പത്തിനെല്ലാം കെട്ടിപ്പിടിച്ചിരിക്കുന്നു എന്നാണ് അർത്ഥം. അപ്പൊ ഇതെല്ലാം എൻ്റെതാകണമെന്ന ആഗ്രഹത്തോടു കൂടി ഇരിക്കുന്ന ആളാണ്. അപ്പൊ അർത്ഥം, നമ്മൾ ധനം സമ്പാദിക്കുന്നു, നമ്മൾ സമ്പാദിച്ചു കൊള്ളുക, നേടിക്കൊള്ളുക. പക്ഷെ എങ്ങനെ നേടണമെന്ന് ആരെയും പഠിപ്പിക്കേണ്ട കാര്യമില്ല. നമുക്കെല്ലാം പല കഴിവുകളുണ്ട്, കഴിവില്ലാത്ത ആരുമില്ല. ആ കഴിവുകളിൽ നമ്മൾ ധനം സമ്പാദിക്കുന്നുണ്ട്. പക്ഷെ വ്യാസമഹർഷി ഇവിടെ പറയേണ്ടത് എങ്ങനെയാണ് ധനം സമ്പാദിക്കരുതാത്തത്. അതിന് നമ്മുടെ ഉദാഹരണമായിട്ട്, മാതൃകയായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്നത് തൻ്റെ മൂത്ത മകനെയാണ്. അദ്ദേഹത്തെ കാണിച്ചിട്ട് പറഞ്ഞു, ഹേ സജ്ജനങ്ങളെ, നിങ്ങൾ ധനം സമ്പാദിച്ചുള്ളൂ, ഒരു കുഴപ്പമില്ല, പക്ഷെ ഇയാളെ പോലെ സമ്പാദിക്കരുത് കേട്ടോ. കാരണം എന്താ? അവസാനം ഇതായിട്ട് തീരും. നോക്കൂ, ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ നോക്കുക, സമാജത്തിൽ കാണാം എത്രയോ പേര് ജീവിതത്തിൽ ദുഃഖം അനുഭവിക്കേണ്ടത്. ആരൊക്കെ? മാതാപിതാക്കൾ. സംശയം. എത്രയോ മാതാപിതാക്കൾ ദുഃഖം അനുഭവിക്കേണ്ടത്. കാരണങ്ങളെ സൂക്ഷ്മമായിട്ട് വിശകലനം ചെയ്താൽ വളരെ കൃത്യമാണ്. ഒറ്റ കാരണമാണ്. എന്താ പറയാ? നമ്മുടെ ഭാഷയിൽ പറഞ്ഞ വളർത്തു ദോഷം. അതല്ലേ പറയാൻ പറ്റൂ. പുറമേക്കൊക്കെ രസകരമാണ്, ഇതൊന്നുമല്ല കാരണം. അന്വേഷിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങി ചെല്ലുമ്പോൾ കൃത്യമായിട്ട് കാണാം, തിരുത്തേണ്ട സമയത്ത് തിരുത്താൻ സാധിക്കാത്തത് കൊണ്ടും, അല്ലെങ്കിൽ പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഈ അമിതമായ പ്രിയമാണ് കൗരവന്മാരുടെ നാശത്തിനെല്ലാം മുഴുവൻ കാരണം. ആ പ്രിയം ഉണ്ടായത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ അച്ഛനിൽ നിന്നാണ്. അതേസമയം അമ്മയിൽ നിന്ന് അത്ര വന്നിട്ടില്ല. അപ്പൊ ധൃതരാഷ്ട്ര മഹാരാജാവിനെ മുമ്പിൽ വെച്ചുകൊണ്ട് വേദവ്യാസ മഹർഷി നമ്മോട് പറയാണ്, ധനം നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. കാരണം ധനമില്ലെങ്കിൽ കാര്യം നടക്കില്ല. കാരണം എന്ന് വെച്ചാൽ ധനം സമ്പാദിക്കണമെന്നും പറയണില്ല. നോക്കൂ, നമ്മുടെ ഋഷി പരമ്പരയുടെ പ്രത്യേകത എന്താ? ഋഷി പരമ്പരയുടെ പ്രത്യേകത ഇവരെല്ലാം ഉപേക്ഷിച്ചവരാണ്. ലോകത്ത് വിവേകാനന്ദ സ്വാമികൾ തൻ്റെ അമേരിക്കൻ പര്യടനത്തിനിടയിൽ ഒരു വലിയ സദസ്സിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ചോദിച്ചു, നിങ്ങളുടെ അഭിപ്രായത്തിൽ ലോകത്തിൽ എത്ര തരക്കാരുണ്ട്? അപ്പൊ മുമ്പിൽ നിന്നവർ പറഞ്ഞു, 2 തരത്തിലുള്ള ആൾക്കാരുണ്ട് ലോകത്ത്. സ്വാമി ചോദിച്ചത് ആരൊക്കെയാ? അപ്പൊ അവർ പറഞ്ഞു, ഉള്ളവരും ഇല്ലാത്തവരും. സ്വാമി പറഞ്ഞു, ശരിയാണ് കേട്ടോ, പക്ഷേ ഞങ്ങളുടെ നാട്ടിൽ 3ാമതൊരു വിഭാഗം ഉണ്ട്. അപ്പോൾ മുമ്പിൽ നിന്ന് ചോദിച്ചു, സ്വാമി അതാരായി 3ാമത്തെ വിഭാഗം? സ്വാമി പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിലെ 3ാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ഉള്ളതിനെ വേണ്ട എന്ന് വെച്ചവരാണ്. ഉള്ളതിനെ വേണ്ട എന്ന് വെച്ച ഒരു സമാജം ഉള്ളത് ഭാരതീയ ഋഷി പരമ്പരയാണ്. സന്യാസിമാരെ എടുത്തു നോക്കുക, ഋഷിമാരെ എടുത്തു നോക്കുക, മഹർഷിമാരെ എടുത്തു നോക്കുക. അവർ ലോകത്തിൽ ഒന്നിനെയും ആഗ്രഹിക്കാതെ ലോകസുഖത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന ഭാവം തന്നെ അവരിൽ നിന്നുണ്ടായതാണ്. അപ്പൊ അവര് നമ്മളോട് സന്യസിക്കാൻ പറഞ്ഞില്ല. അവിടെയാണ് രസകരമായ കാര്യം. നമുക്ക് ഋഷിമാര് നമ്മളോട് പറഞ്ഞോ, നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞോ, സന്യാസി നിങ്ങളെല്ലാം എന്ത് ചെയ്യൂ, എല്ലാവരും ഡൈവോഴ്സ് നോട്ടീസ് കൊടുക്കൂ സത്രമൊക്കെ കഴിയുമ്പോൾ എന്ന് പറഞ്ഞോ? പറഞ്ഞില്ല. പകരം എന്താ പറഞ്ഞത്? നിങ്ങൾ സമൃദ്ധമായി ജീവിക്കാനാണ് പറഞ്ഞത്. അവിടെയാണ് സമൃദ്ധമാകണം. നമ്മുടെ ഈ
ഈശ്വരാവതാര സങ്കല്പമെല്ലാം അങ്ങനെയാണല്ലോ. പരമശിവനെയും ഭദ്രകാളിയെയും മാറ്റി നിർത്തി നമ്മൾ ഏത് ദേവതാ സ്വരൂപത്തെയും കണ്ടാൽ എന്താ? കണ്ടാൽ തന്നെ സർവാഭരണ ഭൂഷിതരായി സർവ്വ ആയുധഭൂഷിതരായിട്ടായിരിക്കും. എന്തിനാ? ആരാധിക്കുന്നവരും സമൃദ്ധമായി തീരണം. പരമശിവന്റെയും ഭദ്രകാളിയും തത്വ വ്യത്യാസം. അപ്പോൾ പറഞ്ഞു വന്നത്, അർത്ഥം എന്നുള്ളത് ജീവിതത്തിൽ വളരെ പ്രധാനമാണ് എന്നുള്ളത് കൊണ്ട് അർത്ഥം സമ്പാദിക്കാൻ വേണ്ടി നമുക്ക് ശേഷിയുണ്ട്. ശേഷിയില്ലാത്ത ആരെങ്കിലും ലോകത്തിലുണ്ടോ? ആരുമില്ല. കഴിവില്ലാത്ത ഒരാളെ പോലും ഈശ്വരൻ സൃഷ്ടിച്ചിട്ടില്ല. നോക്കൂ, കഴിവ് കെട്ട ഒരാൾ ലോകത്തിലില്ല. സാധാരണ പറയാറുണ്ട് കഴിവ് കെട്ട ഒരാളില്ല. നമ്മൾ ഓരോ മനുഷ്യരെയും നോക്കുക. നമ്മൾ ഇത്രയും പേര് ഇവിടെ ഇരിപ്പുണ്ട്, ഇത്രയും പേര് നോക്കൂ, ഇത്രയും പേരും നമ്മൾ സ്വയം വിലയിരുത്തി നോക്കൂ. നമ്മൾക്കെല്ലാം ഓരോ ശേഷികളുണ്ട്, അത് വ്യത്യസ്തമാണ് താനും. അപ്പൊ അവനവന്റെ കഴിവുകളെ തിരിച്ചറിഞ്ഞ് നമ്മൾ ഏതു മേഖലകളിലാണോ പ്രവർത്തിക്കുന്നത് അവിടെ പ്രവർത്തിച്ചുകൊണ്ട് എന്ത് ചെയ്യുക? ഞാൻ നേടിയെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുക. ആ നേടിയെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ മറ്റുള്ളവന്റെ വളർച്ചയിൽ അസൂയ ഉണ്ടായാൽ എന്താ പ്രശ്നം? അസൂയക്കും കഷണ്ടിക്കും മരുന്നില്ലെന്ന് പണ്ട്. ഇപ്പൊ കഷണ്ടിക്ക് വരുന്നുണ്ട്, പക്ഷെ അസൂയക്ക് ഇതുവരെ മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. ഒരു പ്രശ്നം. അപ്പൊ അർത്ഥം എങ്ങനെ സമ്പാദിക്കരുത്? ധനസമ്പാദനം, നമ്മളെല്ലാം ധനം സമ്പാദിക്കുന്നു, സമ്പാദിച്ചുകൊള്ളൂ, ഒരു തെറ്റുമില്ല. പക്ഷെ എങ്ങനെ സമ്പാദിക്കരുതെന്നാണ് വ്യാസൻ പറയാ. ആരെ മുൻനിർത്തി? വേറൊരാളെ പറഞ്ഞിട്ടില്ല, തന്റെ മൂത്ത മകനെ നിർത്തി പറഞ്ഞു, വേണ്ടേ ഇങ്ങോട്ട് നോക്കൂട്ടോ, ഇയാളെ നോക്കണേ, ഇയാളെ പോലെ ആവരുത് കേട്ടോ. രണ്ടാമതെന്താ അർത്ഥം? രണ്ടാമത്തെ പുത്രനാരാണ്? പാണ്ഡു. പാണ്ഡുവിന്റെ പ്രത്യേകത എന്താ? പാണ്ഡു ആയിരുന്നു രാജാവേ. ജന്മനാ അന്ധനായതുകൊണ്ട് ധൃതരാഷ്ട്രൻ രാജാവാകാൻ പറ്റില്ല, രാജാവായതുമില്ല. പാണ്ഡു ആയിരുന്നു രാജാവ്. പാണ്ഡു രാജ്യം ഉപേക്ഷിച്ചത് എങ്ങനെയാണ്? അദ്ദേഹം കാട്ടിലേക്ക് നായാട്ടിന് വേണ്ടി പോയ സമയത്ത് ഒരു കലമാനും പേടമാനും കൂടി ഇണചേർന്ന സമയത്ത് ആ മാനിനെ അമ്പെയ്തു കൊന്നു. അതൊരു ഋഷിയായിരുന്നു. ആ ഋഷി ശപിച്ചു എന്നാണ്. എന്താ ശപിച്ചത്? നീ സ്ത്രീയോട് സംയോഗം ചെയ്താൽ നീ മരിച്ചു പോകട്ടെ. അങ്ങനെയാണ് പാണ്ഡു എന്ത് ചെയ്തു? ഇനിയൊക്കെ ജീവിതം എത്രയേ ഉള്ളൂ, തീരുമാനിച്ചു. രാജ്യമൊക്കെ ഉപേക്ഷിച്ചു. ഒരു ആശ്രമ ജീവിതം നയിക്കാമെന്ന് പറഞ്ഞ് കാട്ടിൽ പോയി താമസിച്ചു. ആ സമയത്താണ് ദേവതാപ്രസാദം കൊണ്ട് സന്താനങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അങ്ങനെ ദീർഘകാലം കടന്നുപോയി, കുറെ കാലം കടന്നുപോയി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരിക്കൽ ഈ പ്രകൃതി ചില വികൃതികൾ കാണിക്കുമെന്ന് പറയും. ഈ മാദ്രി സ്നാനമൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് അന്തരീക്ഷം മനസ്സിനെ കാമാതുരമാക്കിയിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ എന്ത് ചെയ്തു? ഈ ശാരീരികമായ അഭിനിവേശത്തോടുകൂടി ഈ പാണ്ഡു മാദ്രിയുടെ നേരെ ഓടിയുന്നു. കാമം, ആഗ്രഹം. അപ്പൊ ശാരീരികമായ അഭിനിവേശത്തോടുകൂടി ആലിംഗനം ചെയ്യാൻ വേണ്ടി ഓടി ചെന്നപ്പോ ഈ മാദ്രി പറയുന്നുണ്ട്, അങ്ങ് വരരുത്. പക്ഷെ അദ്ദേഹത്തിന് തൻ്റെ ഉള്ളിലെ കാമത്തെ തടുക്കാൻ സാധിച്ചില്ല. അദ്ദേഹം പോയി മാദ്രി ആലിംഗനം ചെയ്തു എന്നാണ്. പിന്നീട് കുന്തി ചോദിക്കണം, നീ കാണിച്ചത് മോശമല്ലേ എന്ന് ചോദിക്കാൻ പറഞ്ഞു. അത് എന്ത് ചെയ്യാൻ ചേച്ചി, അയാൾ എന്നെ പ്രേരിപ്പിച്ചു എന്ന് പറഞ്ഞു. പാണ്ഡു മരിക്കുകയാണ്. നോക്കൂ, ആഗ്രഹം നമുക്കെല്ലാം വളരെ പ്രധാനമാണ്. ജീവിതം എന്ന് പറയുന്നത് ആഗ്രഹമില്ലെങ്കിൽ ജീവിതമില്ല. സൃഷ്ടി ആരംഭിച്ചപ്പോൾ പറയാറുണ്ട്, സൃഷ്ടികർത്താവ് കുറെ പേരെ സൃഷ്ടിച്ചു, അപ്പൊ എണ്ണത്തിൽ കുറവായിരുന്നു. അവിടെ എന്ത് ചെയ്തു? ഒരു പുരുഷനെയും സ്ത്രീയെയും സൃഷ്ടിച്ചു, വിവാഹം കഴിപ്പിച്ചു, അവർക്ക് ആഗ്രഹം കൊടുത്തു. അത് പറയും സ്വയംഭൂമനവും ശതരൂപാദേവി എന്ന് പറയും ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും. വിവാഹം കഴിഞ്ഞപ്പോൾ അവർക്ക് ആഗ്രഹം ഉണ്ടായി, സന്താനം ഉണ്ടാകണം. 2 ആൺമക്കളുണ്ടായി. കുറെ കാലം കഴിഞ്ഞപ്പോൾ ആഗ്രഹം ഉണ്ടായി, പെൺമക്കളുണ്ടാകണം. 3 പെൺമക്കളുണ്ടായി. അങ്ങനെ 5 മക്കളുണ്ടായി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അവരെ പഠിപ്പിച്ചു, അവർക്ക് വിദ്യാഭ്യാസം കൂടി എഴുതിച്ചു, അവരെ വിവാഹം കഴിപ്പിച്ചു വെച്ചു. പിന്നെ ആഗ്രഹം ഇങ്ങനെ വളർന്നു. അപ്പൊ ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് ലോകം നിലനിൽക്കുന്നത്. ആഗ്രഹമില്ലെങ്കിൽ ലോകമില്ല. നോക്കൂ, നമ്മൾ എങ്ങനെയാണ് ജനിച്ചത്? നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെ ആഗ്രഹത്തിൽ നിന്നാണ്. നമ്മൾ പലതും ലോകത്ത് നേടിയത് എന്താണ്? ആഗ്രഹത്തിൽ നിന്നാണ്. നമ്മുടെ സന്താനങ്ങൾ ഉണ്ടായ നമ്മുടെ ആഗ്രഹത്തിൽ നിന്നാണ്. അപ്പൊ ആഗ്രഹം വളരെ പ്രധാനമാണ്. പക്ഷേ ആഗ്രഹം, ഒരു വ്യക്തിയുടെ ഉള്ളിൽ പൊന്തുന്ന ആഗ്രഹം ആ വ്യക്തിയെ തന്നെ നശിപ്പിക്കുന്നതാണെങ്കിൽ ആഗ്രഹത്തിന് പ്രസക്തി ഉണ്ടോ? ഇവിടെ ആലോചിച്ച് നോക്കൂ. എനിക്കൊരു ആഗ്രഹമുണ്ട്, ആഗ്രഹം സാധിക്കണമെന്ന് നല്ല പ്രവൃത്തിയുണ്ട്. പക്ഷേ ആഗ്രഹം സാധിച്ച് ഞാൻ മരിച്ചു പോകെങ്കിൽ പിന്നെ ആഗ്രഹിച്ചിട്ട് കാര്യമുണ്ടോ? അപ്പൊ ആഗ്രഹം എങ്ങനെ ആഗ്രഹം ഉണ്ടാകരുത്, അത്യാഗ്രഹം എങ്ങനെ ഉണ്ടാകരുത് എന്ന് വ്യാസൻ നമ്മളോട് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ 2ാമത്തെ പുത്രനായ പാണ്ഡുവിനെ നിർത്തിയാണ്. പാണ്ഡുവിനെ മുൻനിർത്തി നമ്മളോട് പറഞ്ഞു, നിങ്ങളുടെ ആഗ്രഹം ജീവിതത്തിൽ വളരെ പ്രധാനമാണ്. ആഗ്രഹം മോശമല്ല. പക്ഷേ ഒരു വ്യക്തിയുടെ ഉള്ളിൽ പൊന്തുന്ന ആഗ്രഹം ആ വ്യക്തിയെ തന്നെ നശിപ്പിക്കുന്നതാണെങ്കിൽ ആഗ്രഹത്തിന് എന്ത് പ്രസക്തി?
അവിടെയാണ് നമ്മുടെ ഉള്ളിൽ പൊന്തുന്ന ഒരാഗ്രഹം നമ്മളെ തന്നെ നശിപ്പിക്കുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ തന്നെ അധപ്പതിപ്പിക്കുന്നതാണെങ്കിൽ ആഗ്രഹത്തിന് യാതൊരു പ്രസക്തിയുമില്ല. അതുകൊണ്ട് ആഗ്രഹം എങ്ങനെ നിയന്ത്രിക്കണം? നമ്മുടെ നാശത്തിലേക്ക് നമ്മുടെ ആഗ്രഹം നമ്മളെ നശിപ്പിക്കാൻ പോകരുത്. നോക്കൂ, സമാജത്തിൽ ആഗ്രഹം കൊണ്ട് നശിച്ചു പോയ എത്രയോ പേരുണ്ട്. ആഗ്രഹത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന എത്രയോ പേരുണ്ട്. അത് നല്ലത് തന്നെ. പക്ഷെ ആഗ്രഹത്തിനു വേണ്ടി പ്രവർത്തിച്ച് ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ നശിച്ചുപോയ ധാരാളം പേരെ സമാജത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ആഗ്രഹം അത്യാഗ്രഹം ആകരുത് എന്ന് വേദവ്യാസ മഹർഷി നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്ന സന്ദേശം ആരെ കാട്ടിയിട്ടാണെന്ന് അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ പുത്രനായ പാണ്ഡുവിനെ മുൻനിർത്തിയിട്ടാണ് പറയാൻ. ആഗ്രഹം എങ്ങനെ ആകരുത് എന്ന് പറഞ്ഞു. പിന്നെയോ മൂന്നാമത്തെ മകൻ നമുക്കറിയാം വിദുരനാണ്. ധർമ്മനിഷ്ഠ എങ്ങനെ ആകണം? ഒരു വ്യക്തി അചഞ്ചലമായിട്ട് ധർമ്മത്തെ എങ്ങനെ മുറുകെ പിടിക്കണം? ഈശ്വരസ്മൃതി എങ്ങനെ ഉണ്ടാകണം? നിഷ്ഠകളെ എങ്ങനെ പാലിക്കണം? ആചാരങ്ങളെ എങ്ങനെ പാലിക്കണം? അനുഷ്ഠാനങ്ങളെ എങ്ങനെ പാലിക്കണം? ഇത് കൃത്യമായിട്ട് നമ്മൾക്ക് കാട്ടിത്തരുന്നത് ആരിൽ കൂടിയിട്ടാണ്? സാക്ഷാൽ വിദുരനിൽ കൂടിയിട്ടാണ്. വിദുരനെ സംബന്ധിച്ച് അറിയാം, അദ്ദേഹം ദാസീപുത്രനാണ്. വ്യാസന് ദാസിയിൽ ഉണ്ടായ പുത്രനാണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തിന്റെ ധർമ്മനിഷ്ഠ വളരെ പ്രശസ്തമാണ്. എത്രയോ തവണ അദ്ദേഹം അപമാനിക്കപ്പെട്ടിട്ടുണ്ട്. എത്രയോ തവണ. ആരാ അപമാനിക്കുന്നത്? സ്വന്തം ജ്യേഷ്ഠനെ മുമ്പിലിരുത്തിക്കൊണ്ട് ജ്യേഷ്ഠന്റെ പുത്രന്മാർ ദുര്യോധനനൊക്കെ ദാസീപുത്ര എന്ന് വരെ പരസ്യമായിട്ട് വിളിച്ചാക്ഷേപിച്ചിട്ടുണ്ട്. ചെറിയച്ഛനാണ്. അപ്പൊ അദ്ദേഹം അതിലൊന്നും ചാഞ്ചല്യം ഉണ്ടായിരുന്നില്ല. ആ ചാഞ്ചല്യമില്ല, ധർമ്മത്തിനു വേണ്ടി കൃത്യമായിട്ട് നിന്ന ആളാണ് ആര്? വിദുരൻ. അവസാനം നമ്മൾ നോക്കൂ, ഹസ്തിനാപുരി എവിടെയാണ് നാശം ആരംഭിക്കണമെന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഭാരതത്തിൽ ഹസ്തിനാപുരിയുടെ അധപ്പതനം ആരംഭിക്കുന്നത് വിദുരൻ ഹസ്തിനാപുരി വിട്ടുപോകാൻ പോയതിനു ശേഷമാണ്. വിദുരൻ ഹസ്തിനാപുരിയിൽ ഉള്ള സമയത്തോളം അതിന് അധപ്പതനം ഉണ്ടാകുന്നില്ല. വിദുരന്റെ വാദപ്രതിവാദങ്ങളൊക്കെ നടന്നു. വിദുരൻ ആദ്യമേ പറയുന്നുണ്ട് കേട്ടോ, അതായത് ഈ ദുര്യോധനൻ ജനിച്ച സമയത്തോ കഴുത കരഞ്ഞതുപോലെ കരഞ്ഞു എന്ന്. എല്ലാ കഴുതകളും അത് വിളിച്ച് കരഞ്ഞു. അപ്പോഴാണ് വിദുരനും പണ്ഡിതന്മാരും ഒറ്റ സ്വരത്തിൽ പറഞ്ഞു, ഇവനെ ഉപേക്ഷിക്കണം. കാരണം എന്താ? ഒരു കുടുംബത്തിന്റെ, ഒരു ഗൃഹത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ഒരു വ്യക്തിയെ ഉപേക്ഷിക്കാം. ശാസ്ത്രസമ്മതമാണ്. നമ്മൾക്ക് ആധുനിക ലോകത്തിൽ നമുക്ക് യോജിച്ചു എന്ന് വരില്ല, പക്ഷേ ഇത് ശാസ്ത്രസമ്മതമാണ്. ഒരു ഗൃഹത്തിന്റെ, ഒരു കുടുംബത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ഒരു വ്യക്തിയെ ഉപേക്ഷിക്കാം. ഒരു ഗ്രാമത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ഒരു കുടുംബത്തെ ഉപേക്ഷിക്കാം. ഒരു ദേശത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി എന്ത് ചെയ്യാം? ഒരു ഗ്രാമത്തെ ഉപേക്ഷിക്കാൻ. ഇത് ശാസ്ത്ര സംവിധാനം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇതിങ്ങനെ പടർന്നു കയറും. വിദുരൻ അവൻ ജനിച്ചപ്പോഴേ പറഞ്ഞു, ദുര്യോധനൻ ജനിച്ചപ്പോഴേ പറഞ്ഞു ഇത് അപകടമാണ്, ഇതിങ്ങനെയാണ്, ഇങ്ങനെ അബദ്ധം സംഭവിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ കേട്ടില്ല. കാരണം എന്താ? അയ്യോ, തന്റെ പുത്രനല്ലേ, കനിഷ്ഠപുത്രനല്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അവസാനം എന്തായി? അയാളും പോയി, പിന്നെ വന്ന 99 പേരും പോയി. ആ വംശം മുഴുവൻ ഇല്ലാതെയായി. ഈ വിദുരൻ ധർമ്മനിഷ്ഠയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ധർമ്മനിഷ്ഠ എങ്ങനെ ആകണം, ധർമ്മ ആചരണം എങ്ങനെയാകണമെന്ന് നമ്മളെ വേദവ്യാസ മഹർഷി പഠിപ്പിക്കേണ്ടത് ആരിൽ കൂടിയിട്ടാണ്? വിദുര മഹാശനിൽ കൂടിയിട്ടാണ്. നോക്കൂ, അതുകൊണ്ടാണ് വിദുരൻ ധർമ്മത്തിനു വേണ്ടി എക്കാലത്തും നിലകൊണ്ട ആളാണ്. ധർമ്മദേവന്റെ അംശമായിട്ട് ആരെ കാണുന്നുണ്ട്? വിദുരനെ കാണുന്നുണ്ട്. പിന്നെ നാലാമത്തെ എന്താ? മോക്ഷമാണ്, ശാന്തി. എല്ലാവരും ശാന്തിക്ക് വേണ്ടി ഓടുകയാണ്. ശാന്തി എവിടെ കിട്ടും എന്നുള്ളതാണ്. ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടുമെങ്കിൽ കിട്ടുമെന്നാണ് ഒരു പണ്ഡിതൻ വളരെ കാലം പ്രഭാഷണത്തിൽ പറഞ്ഞു. സയൻസ് വളരെ പുരോഗമിച്ചു, പേസ് മേക്കർ കണ്ടുപിടിച്ചു, പക്ഷെ ഒരു പീസ് മേക്കർ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. പീസിന് വേണ്ടി ഓടുകയാണ് എല്ലാവരും. ഈ ശാന്തി എന്താണ് അനുഭവം? നോക്കൂ, ഇവിടെ വളരെ സ്പഷ്ടമായിട്ട് പറയുന്നു, എൻ്റെ സന്തോഷം എൻ്റെ സൃഷ്ടിയാണ്. ഞാൻ ചിരിക്കണമോ തീരുമാനിക്കണം ഞാനാണ് കേട്ടോ. ഞാൻ കരയണോ തീരുമാനിക്കുന്നത് ഞാൻ തന്നെയാണ്. ഞാൻ നിലവിളിച്ചുകൊണ്ട് ജീവിക്കണോ തീരുമാനിക്കുന്നത് ഞാനാണ്. ഞാൻ അലറി വിളിച്ചുകൊണ്ട് ജീവിക്കണോ തീരുമാനിക്കുന്നത് ഞാൻ തന്നെയാണ്. എൻ്റെ വിധിയും വിധാതാവും എനിക്ക് തന്നെ സൃഷ്ടിക്കാൻ സാധിക്കും. അതിന് ഏറ്റവും വലിയ മാതൃകയായിട്ട് അദ്ദേഹം പറയേണ്ടത് ആരെയാണ്? തൻ്റെ 4ാമത്തെ പുത്രനായ ശ്രീശുകനെയാണ്. ശ്രീശുകനെ വേദവ്യാസൻ നമ്മുടെ മുമ്പിലേക്ക് നിർത്തി പറയാണ്, ശാന്തിയുടെ, സമാധാനത്തിൻ്റെ, പൂർണ്ണതയുടെ, ആനന്ദത്തിൻ്റെ പ്രതീകമാണ് ഇയാളെ.
ഇയാളെ കണ്ട് പഠിക്കണം. കാരണം എന്താ? എങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കാം, എങ്ങനെ എവരി ടൈം ഹാപ്പി. എല്ലാവരും ഹാപ്പി ഹാപ്പി എന്ന് പറയുന്നുള്ള ഹാപ്പി കിട്ടണില്ല. നമുക്ക് ഹാപ്പി കിട്ടണമെങ്കിൽ എന്ത് വേണം? നോക്കൂ, സമാജത്തിലേക്ക് നോക്കൂ. നമ്മൾക്ക് ചിരിക്കണമെങ്കിൽ ഇന്ന് സമാജത്തിൻ്റെ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ ഒരു തമാശ കേൾക്കണം, ചിരിക്കണം. സ്വയം ചിരിക്കാൻ സാധിക്കണില്ല. ഇല്ലെങ്കിൽ എന്ത് വേണം? അതിനെ ഓർത്ത് ചിരിക്കണം. അപ്പോഴും സ്വയം ചിരിക്കാൻ സാധിക്കണില്ല. അവിടെയാണ് വിഷയം. അപ്പോ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, മനുഷ്യജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങൾ, മനുഷ്യജീവിതത്തിൻ്റെ അടിസ്ഥാന തലം, ധനസമ്പാദനം, ആഗ്രഹപൂർത്തീകരണം, മനുഷ്യജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം. എന്താ പരമമായ ലക്ഷ്യം? ശാന്തിയാണ്. ശാന്തി എന്ന് പറയുന്ന ജീവിതത്തിൽ നമുക്ക് വാങ്ങാൻ കിട്ടുന്നതല്ല. പണം കൊണ്ട് ചിലപ്പോൾ പലതും വാങ്ങാൻ സാധിച്ചേക്കാം, പക്ഷേ ശാന്തിയും സമാധാനവും സംതൃപ്തിയും വാങ്ങാൻ കിട്ടില്ല. അത് എവിടുന്ന് വരണം? സ്വാനുഭവം. അത് കിട്ടണമെങ്കിൽ ധർമ്മത്തെ പാലിച്ചേ പറ്റുള്ളൂ. വളരെ സ്പഷ്ടമാണ്. എങ്കിൽ മാത്രമേ ഈ ശാന്തി എന്ന അനുഭവത്തിലേക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ ഓരോരുത്തരും എത്തിച്ചേരുകയുള്ളൂ എന്ന് പറയാം. അതുകൊണ്ടാണ് ഈ നമ്മോട് പറയാറുണ്ട്, ഈ തുളസീദാസ് ദോഹയിൽ, അദ്ദേഹത്തിൻ്റെ ദോഹയിൽ പറയും, നമ്മളെല്ലാം ജനിക്കുന്ന സമയത്ത് നമ്മൾ കരഞ്ഞുകൊണ്ട് ജനിച്ചു, ചുറ്റുപാട് നിന്നവരെന്ത് ചെയ്തു? ചിരിച്ചു. ശരിയല്ലേ? നമ്മളെല്ലാം ജനിക്കുന്ന സമയത്ത് നമ്മൾ കരഞ്ഞുകൊണ്ട് ജനിച്ചു, ചുറ്റുപാട് നിന്നവർ ചിരിച്ചു. നമ്മൾ മരിക്കുന്ന സമയത്ത് നമുക്ക് ചിരിച്ചുകൊണ്ട് മരിക്കാൻ സാധിക്കണം, ചുറ്റുപാട് നിൽക്കുന്നവർ കരയണം. നടക്കുമെന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. നമ്മൾ മരിക്കുന്ന സമയത്ത് നമ്മൾക്ക് ചിരിച്ചുകൊണ്ട് മരിക്കാൻ സാധിക്കണം, ചുറ്റുപാട് നിൽക്കുന്നവർ കരയണം. എവിടെയാണ് ശാന്തി? ശാന്തിയുടെ അനുഭവം, സംതൃപ്തിയുടെ അനുഭവം അവിടെയാണ്. അപ്പൊ വ്യാസൻ, വേദവ്യാസ മഹർഷി ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം ഈ പുരുഷാർത്ഥങ്ങളെ സമഗ്രമായിട്ട് പ്രതിപാദിച്ചിട്ടുള്ളത് ഇതിൽ കൂടിയിട്ടാണ്. തൻ്റെ സ്വന്തം പുത്രന്മാരിൽ കൂടിയിട്ടുണ്ട്. വെറുതെ പറഞ്ഞതല്ല കേട്ടോ, ഉദാഹരണ സഹിതം, ആശയസഹിതം സ്പഷ്ടമാക്കി. എന്തിനത് പറയണമെന്ന് വെച്ചാൽ നമ്മൾ അതിനെ എങ്ങനെ സമീപിക്കുന്നു. അല്ലാതെ പണ്ട് നടന്ന ധൃതരാഷ്ട്രന്റെ ചരിത്രമാണ്, പണ്ട് നടന്ന പാണ്ഡുവിൻ്റെ ചരിത്രമാണ്, പണ്ട് നടന്ന വിതുരന്റെ ചരിത്രമാണ്, പണ്ട് നടന്ന ശുഗന്റെ ചരിത്രമാണെന്ന് പറയാനല്ല. ഇങ്ങനെ ഓരോ വ്യക്തിത്വങ്ങളെയും വ്യാസൻ നമ്മുടെ മുമ്പിലേക്ക് വെക്കുകയാണ്. രണ്ട് അമ്മമാരെ വേദവ്യാസൻ നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്നുണ്ട്. ഒന്ന് പാണ്ഡവന്മാരുടെ അമ്മയായിരിക്കുന്ന കുന്തിയും കൗരവന്മാരുടെ അമ്മയായിരിക്കുന്ന ഗാന്ധാരിയും. എന്താ പറയുക? ഒരമ്മ എങ്ങനെയാകണമെന്നും എങ്ങനെയാകരുതെന്നും പറയാം. ഒരമ്മ എങ്ങനെയാകണം എന്ന് പറയേണ്ടത് ആരിൽ കൂടിയിട്ടാണ്? കുന്തിയിൽ കൂടിയ. ഒരമ്മ എങ്ങനെയാകരുത് കൃത്യമായിട്ട് പറയുന്നു, ഗാന്ധാരിക്ക് പറയാം. അപ്പോൾ ഗാന്ധാരിയുടെ പുത്രന്മാർ എങ്ങനെയായി തീർന്നത്? തമോ ഗുണത്തിന്റെ പ്രതീകമാണ് അവർ. തമോ ഗുണം എങ്ങനെ ഉണ്ടാകുന്നു? ശാസ്ത്രം പറയുന്നത് തമോ ഗുണം ഉണ്ടാകണത് ആഗ്രഹത്തിൽ നിന്നും, ദ്വേഷത്തിൽ നിന്നും, കാമത്തിൽ നിന്നുമൊക്കെ തമോ ഗുണം ഉണ്ടാകുന്നു എന്നാണ്. ഗാന്ധാരി നമുക്കറിയാം, വിവാഹമൊക്കെ ആലോചിച്ചു. അന്ധനായ ധൃതരാഷ്ട്രന് കല്യാണം കഴിച്ചു കൊടുക്കാൻ സുബലന് വളരെ ഇഷ്ടമൊന്നും ആയിരുന്നില്ല. ആരെ? ഗാന്ധാരിയെ. പിന്നെയും അവരുടെ ഒരു കുടുംബ മഹിമയൊക്കെ കണ്ടിട്ട് കല്യാണം കഴിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. വിവാഹത്തിന് തലേദിവസമാണ് ഗാന്ധാരി അറിയണത് എന്താ? തൻ്റെ ഭർത്താവിന് കണ്ണ് കാണില്ല. അപ്പോൾ തീരുമാനിച്ചു, തൻ്റെ ഭർത്താവാകുന്ന ആൾക്ക് കണ്ണ് കാണില്ലല്ലോ, അല്ല പിന്നെ ഞാനും ഇനിയൊന്നും കാണുന്നില്ല എന്ന് വെച്ച് കണ്ണ് കെട്ടി വെച്ചു. ഇതൊരു ത്യാഗമാണോ? ഇതൊരു ത്യാഗമല്ല, അബദ്ധ കാണിച്ചത്. കാരണം എന്താന്ന് വെച്ചാൽ കണ്ണ് കാണാത്ത ധൃതരാഷ്ട്രനെ കണ്ണ് കാണുന്ന ഒരാളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാനാണ് ഓടി നടന്നത്. അവസാനം എന്തായി? നേരത്തെ ധൃതരാഷ്ട്രൻ അസിസ്റ്റന്റിനെ കൊടുത്താൽ മതി, ഇപ്പോൾ രണ്ടുപേർക്കും അസിസ്റ്റന്റുമാരെ കൊടുക്കണം. ഇതായി അവസ്ഥ. അവസാനം എന്തായി? കണ്ണ് കാണില്ല. കണ്ണ് കാണാതെ വന്നു എന്ന് മാത്രമല്ല, നോക്കൂ, ഈ ദുര്യോധനാദികൾക്ക് സ്വഭാവം എങ്ങനെ വന്നു? നമ്മുടെ ആചാര്യന്മാർ പറയാറുണ്ട്, നമ്മൾ സ്മരിക്കാറുണ്ട്, മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, മാതാപിതാ ഗുരുദേവോ. ഇതിൽ ആദ്യം സ്മരിക്കണത് ആരെയാണ്? അമ്മയാണ്. എന്തിനാ സ്മരിക്കണം എന്ന് വെച്ചാൽ നമ്മുടെ വ്യക്തിത്വ വികസനം ആരംഭിച്ചിട്ടുള്ളത് എവിടെ നിന്നാണ്? അമ്മയിൽ നിന്നാണ്. നമ്മുടെ എല്ലാം സ്വഭാവ രൂപീകരണം ആരംഭിച്ചത് അമ്മയിൽ നിന്നാണ്. ഏതു വിധത്തിൽ ആരംഭിച്ചു? ഒരമ്മ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ആ സ്ത്രീ കാണുന്നത്, കേൾക്കുന്നത്, രുചിക്കണത്, മണക്കണത്, കഴിക്കണത്, കുടിക്കണത്, ഇതെല്ലാം ആരെ സ്വാധീനിക്കും? ഗർഭസ്ഥ ശിശുവിനെ സ്വാധീനിക്കുമെന്ന് ആധുനിക മെഡിക്കൽ സയൻസ് പഠനം നടത്തി പൂർത്തീകരിച്ചിട്ട് കുറേ വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. പക്ഷെ നമ്മുടെ ആചാര്യന്മാർ നേരത്തെ പറഞ്ഞു. ദുര്യോധനനും ബാക്കിയുള്ള അനുജന്മാരുടെ സ്വഭാവം ഒന്നായിരുന്നു. എന്തായിരുന്നു? അസൂയ. ശരിയല്ലേ? മറ്റുള്ളവന്റെ ഉയർച്ച കണ്ടിട്ടുള്ള അസൂയായിരുന്നു ആർക്കുണ്ടായിരുന്നത്? ദുര്യോധനന്മാരും അനുജന്മാർക്കും ഉണ്ടായിരുന്നത്. ഈ അസൂയ എവിടുന്നാ വന്നത്?
ഈ അസൂയ വന്നത് സ്വന്തം അമ്മയിൽ നിന്നാണ്. എങ്ങനെ വന്നു? നോക്കൂ, വ്യാസഭഗവാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഗാന്ധാരി ഗർഭം ധരിച്ചു, പക്ഷെ ആദ്യം പ്രസവിച്ചത് കുന്തിയ. ഗാന്ധാരി ഗർഭം ധരിച്ചു, ആദ്യം പ്രസവിച്ചത് കുന്തിയ, രണ്ടാമത് ഗർഭം ധരിച്ച കുന്തിയ. അതെങ്ങനെയാണെന്നുള്ള കാര്യം വ്യാസഭഗവാന് മാത്രമേ അറിയുള്ളൂ, നമുക്കറിയില്ല. അപ്പോൾ തൻ്റെ അനുജത്തി പ്രസവിച്ചപ്പോൾ സന്തോഷമല്ലേ ഉണ്ടാകേണ്ടത്? സന്തോഷമല്ല ഉണ്ടായത്, പിന്നെ എന്തുണ്ടായി? അസൂയ ഉണ്ടായി. എന്താ അസൂയ? രണ്ട് പ്രശ്നമുണ്ട്. കാരണം എന്താ? ആ രാജവംശത്തിലെ അവകാശിയാകാൻ പോകുന്നത് ആരാണ്? കുന്തിയുടെ പുത്രനാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു? ദേഷ്യവും അമർഷവും ഒക്കെ വന്ന്, അസൂയ വന്ന് ഗാന്ധാരി എന്താ ചെയ്തത്? അവിടെയാണ് ഗാന്ധാരിക്ക് നമ്മൾ കൊടുത്തിട്ടുള്ള എല്ലാവിധ ബഹുമാനവും പോകുന്ന സന്ദർഭം. പൂർണ്ണഗർഭിണിയായ ഗാന്ധാരി തൻ്റെ മുഷ്ടി ചുരുട്ടി ഇടിച്ചു എന്നാ ഉദരത്തിൽ. ജനിച്ചത് പിണ്ടം, പുറത്തു വന്നത് പിണ്ടാണ്. ആ പിണ്ടത്തെ ഭാഗങ്ങളാക്കി മാറ്റി വന്ന 100 പേരുടെ സ്വഭാവം ഒന്നല്ലേ? വ്യക്തിത്വ വികസനം എവിടുന്ന് ആരംഭിക്കണം? ഒരു വ്യക്തി വികാസം ആരംഭിക്കേണ്ടത് അമ്മയിൽ നിന്നാണ്. അതുകൊണ്ടാണ് അത് ഉള്ളിൽ നിന്ന് ആരംഭിക്കുന്നത്, പുറത്തു വന്നല്ല ആരംഭിക്കുക, ഉള്ളിൽ നിന്ന് ആരംഭിക്കേണ്ടത്. അതിനാണ് ഈ പ്രഹ്ലാദനെ പറയണത്. ധ്രുവനെ പറ്റി പറയാനുണ്ടല്ലോ, ധ്രുവൻ പുറത്തു വന്നിട്ടാണ് സ്വഭാവം മാറിയത്, പക്ഷെ എങ്കിലും അടിസ്ഥാന സ്വഭാവം മാറിയില്ല. അവിടെ നാരദ മഹർഷി എന്ത് ചെയ്തു? അകത്ത് വെച്ച് തന്നെ മാറ്റം ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ച് പ്രഹ്ലാദനെ സൃഷ്ടിച്ചു എന്നാ. അപ്പൊ ഒരു അമ്മ എങ്ങനെ ആകണം, ആകരുത് എന്ന് നമ്മളോട് പറയാണ് വ്യാസം. ഒരമ്മ എങ്ങനെ ആകരുത്. അതുകൊണ്ടാണ് അമ്മയ്ക്ക് യാതൊരു നിയന്ത്രണവും സാധിച്ചില്ല. മക്കളിൽ നോക്കൂ, ജന്മനാ അന്ധനാണ് ഭർത്താവ്, അമ്മ കണ്ണും കെട്ടിവെച്ചു, നിയന്ത്രണം ഉണ്ടായിരുന്നോ? ഇല്ല. അവസാന യുദ്ധ രംഗത്തേക്ക് പോകുന്ന സമയത്ത് എന്താ പറഞ്ഞത്? അനുഗ്രഹം വാങ്ങാൻ വേണ്ടി ചെന്നു ദുര്യോധന. അമ്മ എന്നെ അനുഗ്രഹിക്കണം കേട്ടോ, ഞാൻ യുദ്ധത്തിന് പോകണം കേട്ടോ. എന്താ പറഞ്ഞത്? വിജയീ ഭവ എന്ന് പറഞ്ഞില്ല, ആയുഷ്മാൻ ഭവ എന്ന് പറഞ്ഞില്ല. എന്താ പറഞ്ഞത്? യതോ ധർമ്മസ്തോ ജയ. കാരണം എന്താ? ഗാന്ധാരിക്ക് വളരെ സ്പഷ്ടമായിട്ട് അറിയാം, ഞാൻ ഇവനെ ധർമ്മം പഠിപ്പിച്ചിട്ടില്ല, ഇവൻ ധർമ്മിഷ്ഠനുമല്ല. ഒരു വ്യക്തി എങ്ങനെ ആകണം, ഒരു വ്യക്തിത്വ വികാസനം എങ്ങനെയായി തീരുമെന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ് വ്യാസം. പിന്നെയോ ഒരമ്മ എങ്ങനെ ആകണം, അവിടെയാണ് കുന്തിയുടെ മഹത്വം. ഒരമ്മ എങ്ങനെയാകണം? കുന്തിയുടെ പ്രത്യേകത എന്താ? കുന്തി വളരെ ചെറുപ്പത്തിൽ വിധവയായപ്പോ അന്നത്തെ സമ്പ്രദായം അനുസരിച്ചിട്ട് എന്ത് ചെയ്യും? ഭർത്താവിനോടൊപ്പം തൻ്റെ ശരീരം ഉപേക്ഷിക്കും. അതൊരു സതീ സമ്പ്രദായം പിന്നീടാ വന്ന കേട്ടോ. അന്ന് സ്വയം അങ്ങ് പോവാണ്. പക്ഷെ കുന്തി എന്ത് ചെയ്തു? കുന്തി തീരുമാനിച്ചിരുന്നപ്പോ മാദ്രി ഒരു കാര്യം പറഞ്ഞു. മാദ്രി പറഞ്ഞു, ചേച്ചി, ഞാൻ ഭർത്താവിനോടൊപ്പം ശരീരം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. എന്താ കാരണം എന്നറിയാമോ? ചേച്ചി ശരീരം ഉപേക്ഷിച്ചാൽ ചേച്ചിയുടെ മക്കളെ എൻ്റെ മക്കളായിട്ട് കാണാൻ എന്നെ കൊണ്ട് പറ്റില്ല. നോക്കൂ, പക്ഷേ ഞാനില്ലെങ്കിലും എൻ്റെ മക്കളെ ചേച്ചിയുടെ മക്കളായിട്ട് കാണാൻ ആർക്ക് സാധിക്കും? ചേച്ചിക്ക് സാധിക്കും. ഇവിടെയാണ് കുന്തിയുടെ മഹത്വം. ആ കുന്തി 5 മക്കളെയും വളർത്തി. എങ്ങനെ വളർത്തി? ഓരോ സന്താനങ്ങൾക്ക് നമുക്കറിയാം, നമ്മൾ പൊതു സമാജത്തിൽ നോക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട്, മൂത്തയാൾ അത്രയ്ക്ക് പോരാ, ഇളയാൾ കുഴപ്പമില്ല, ഇളയാൾ അത്രയ്ക്ക് കുഴപ്പമില്ല, മൂത്താൾ പോരാ എന്ന് പറയാം. അങ്ങനെയൊന്നും പറയരുത് കേട്ടോ. പ്രത്യേകിച്ചും പബ്ലിക്കിനിടയിൽ പറയുകയേ ചെയ്യരുത്. കാരണം എന്താ? അവസാനം പിന്നെ നമുക്ക് അനുഭവം ഉണ്ടാവും കുറെ കാലം കഴിയുമ്പോൾ. കാരണം എന്താന്ന് വെച്ചാൽ ഓരോരുത്തരുടെയും ശേഷി വ്യത്യസ്തമാണ്. ഈ 5 മക്കളെയും കുന്തി വളർത്തിയത് നോക്കിയാൽ മതിയാവും. ഈ 5 മക്കളെയും കുന്തി വളർത്തിയത് 5 മക്കളെയും അവരുടെ ശേഷികളെ ഉയർത്തിക്കൊണ്ട് കുന്തി വളർത്തി. മാത്രല്ല, കുന്തിയുടെയും മാദ്രിയുടെയും മക്കളാണ് 5 പേരുമെങ്കിലും ഇവർ 5 പേരും വളർന്നത് എങ്ങനെയാണ്? ഒരമ്മ വളർത്തിയ മാത്രം പോരല്ലോ, അവർക്കും പരസ്പര ബന്ധം ഉണ്ടാകണ്ടേ. അവിടെയാണ് അവരുടെ ഏകോപന ഭാവം നമുക്ക് കാണാൻ സാധിക്കുക. ഞങ്ങൾ കുന്തിയമ്മയുടെ 3 മക്കളാണ്, നിങ്ങൾ മാദ്രിയമ്മയുടെ 2 മക്കളാണ്. ഈ വ്യത്യാസം അവരിലില്ലായിരുന്നു. അവിടെയാണ് ഒരമ്മ മക്കളെ എങ്ങനെയാണ് വളർത്തേണ്ടതെന്ന് നമുക്ക് കാണാൻ സാധിക്കുക. ഭാരതത്തിൽ വീണ്ടും കാണാം. വനവാസ കാലഘട്ടത്തിൽ ഇവര് വെള്ളം തേടി പോകുന്ന ഒരു രംഗമുണ്ട്. വെള്ളം അന്വേഷിച്ചു പോകുന്ന സമയത്ത് ആദ്യം സഹദേവൻ പോയി. അപ്പോൾ ഒരു ജലാശയത്തിൻ്റെ അടുത്ത് പോയി നിന്നു. വെള്ളം കുടിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോൾ ഒരു ശബ്ദം കേട്ടു, വെള്ളം കുടിക്കരുത്, വെള്ളം കുടിച്ചാൽ മരിച്ചു പോകും. ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം നൽകിയാൽ വെള്ളം കുടിച്ചു. ഇയാളത് കേട്ടില്ല, വെള്ളം കുടിച്ചു, മരിച്ചു വീണു. പുറകെ നകുലൻ പോയി, അയാൾ മരിച്ചു വീണു, അനുസരിച്ചില്ല. അർജുനൻ പോയി, അയാൾ മരിച്ചു വീണു. ഭീമൻ പോയി, അയാൾ മരിച്ചു വീണു. അവസാനം യുധിഷ്ഠിരൻ ചെല്ലുക.
വിഷയം ചെല്ലുന്ന സമയത്ത് അനിയന്മാരെ വിളിച്ചു, ഉണരണില്ല, ദാഹിച്ചു വലഞ്ഞു വരികയാണേ. അമ്മ ഒരു കൈക്കുമ്പോൾ വെള്ളം കുടിക്കാൻ വിചാരിച്ചിട്ട് വെള്ളം കുടിക്കാൻ തുടങ്ങിയപ്പോൾ ശബ്ദം കേട്ടു, ഞാനൊരു യക്ഷനാണ്, ഞാൻ പറഞ്ഞത് അനുസരിക്കാത്തത് കൊണ്ടാണ് തൻ്റെ അനുജന്മാർ താഴെ വീണതേ, അതുകൊണ്ട് ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം നൽകിയാൽ ഇയാൾക്ക് വെള്ളം കുടിക്കാം. അങ്ങനെ യക്ഷപ്രശ്നം ഭാരതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്, ഒരു അധ്യായമാണ്. എന്താ പറയുക, അനേക ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾ, പല ചോദ്യങ്ങൾ. ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്താണ്? ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് വെച്ചോ, യുധിഷ്ഠിരൻ പറഞ്ഞു, ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയേണ്ടത് കൂടെയുള്ളവർ മരിക്കുമ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നവൻ മരിക്കുമെന്ന് വിചാരിക്കണില്ല. ശരിയല്ലേ? എൻ്റെ അച്ഛൻ മരിക്കുന്നു, എൻ്റെ അമ്മ മരിച്ചു കിടക്കണു, എൻ്റെ ഭർത്താവ് മരിക്കുന്നു, എൻ്റെ ഭാര്യ മരിക്കണു, എൻ്റെ സന്താനങ്ങൾ മരിക്കുന്നു, അയൽവാസി മരിക്കുന്നു, സുഹൃത്ത് മരിക്കുന്നു, ലോകത്തെല്ലാവരും മരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ധാരണ എന്താ? എനിക്കിത് ബാധകമേ അല്ല. ഇതാണ് ഏറ്റവും വലിയ അത്ഭുതം. ഇങ്ങനെ അനേക ചോദ്യങ്ങൾ, ചോദ്യത്തിലെല്ലാം കൃത്യമായ ഉത്തരം നൽകി. അപ്പോൾ അവസാനം എന്ത് ചെയ്തു? ചോദ്യത്തിലെല്ലാം ഉത്തരം നൽകിയിട്ട് അവസാനം പറഞ്ഞു, അങ്ങ് എൻ്റെ ചോദ്യത്തിലെല്ലാം കൃത്യമായ ഉത്തരം നൽകി, അതുകൊണ്ട് വെള്ളം കുടിച്ചോളൂ. വെള്ളം കുടിച്ചു. വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോൾ യക്ഷൻ പറഞ്ഞു, ഈ 4 പേരിൽ ഒരാളെ ജീവിപ്പിക്കാം. നമ്മളായിരുന്നെങ്കിൽ ആരുടെ പേര് പറയും? വില്ലാളി വീരനായ അർജുൻ്റെ നമ്മൾ കളയുമോ? കളയില്ല. ഭീമനെ നമ്മൾ കളയുമോ? കളയില്ല. ഒന്നുകിൽ അർജുൻ്റെ പേര് പറയും, അല്ലെങ്കിൽ ഭീമന്റെ പേര് പറയും. ദുഷ്യൻ പറഞ്ഞത് ആരുടെ പേരാണെന്നറിയാമോ? നകുലനെ ജീവിപ്പിക്കാൻ പറഞ്ഞു. അപ്പൊ യക്ഷൻ ചോദിച്ചു, എന്തോ നകുലനെ ജീവിപ്പിക്കണത്? എടേ, വില്ലാളി വീരനായ അർജുനനില്ലേ, ബലവാനായ ഭീമനില്ലേ, പിന്നെ നകുലിനെ ജീവിപ്പിക്കേണ്ട കാര്യം എന്ന് ചോദിച്ചു. പറഞ്ഞു, എൻ്റെ അച്ഛന് 2 പത്നിമാരാണ്, അതിൽ കുന്തിപുത്രനായിട്ട് ഞാനുണ്ട്, പക്ഷെ അച്ഛൻ്റെ കർമ്മം ചെയ്യാൻ മാദ്രിയമ്മയുടെ ഔരസപുത്രൻ ഉണ്ടാകണം, അതുകൊണ്ട് നകുലിനെ ജീവിപ്പിക്കണം. ഇത് ധർമ്മപുത്രൻ എന്തുകൊണ്ട് പറഞ്ഞു എന്ന് ചോദിച്ചാൽ കുന്തിയുടെ ശിക്ഷണം. ഒരമ്മ എങ്ങനെയാകണം? കുന്തിയെ ശ്രദ്ധിച്ചുകൊള്ളുക. കുന്തി ഒരിക്കലും മക്കളുടെ മുമ്പിൽ നമ്മുടെ സമയദോഷാണേ, നമ്മുടെ വിധി ഇതാണേ, നമ്മുടെ കഷ്ടകാലാണ് എന്ന് കരഞ്ഞിട്ടില്ല. കുന്തി ഒരിക്കലും മക്കളുടെ മുമ്പിൽ നമ്മുടെ സമയം ശരിയല്ല എന്ന് പറഞ്ഞ് നിലവിളിച്ചിട്ടില്ല. കുന്തി കരഞ്ഞിട്ടുണ്ട്, കൃഷ്ണന്റെ അടുത്ത് കരഞ്ഞിട്ടുണ്ട്, വ്യാസന്റെ അടുത്ത് കരഞ്ഞിട്ടുണ്ട്, വിതുരന്റെ അടുത്ത് കരഞ്ഞിട്ടുണ്ട്. ആ കുന്തി ദേവി എന്ത് ചെയ്തു? മക്കളെ എന്ത് ചെയ്തു? എപ്പോഴും ഊർജ്ജസ്വലരാക്കി. ആ ഊർജ്ജസ്വലരാക്കിയതാണ് അവരുടെ വിജയം. അമ്മ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു അച്ഛൻ എങ്ങനെയാണ് സന്താനങ്ങൾക്ക് പ്രചോദനമാകേണ്ടത്? അവസാനം എന്തെന്ന് വെച്ചാല്, ഇങ്ങനെ മക്കളെ ഇങ്ങനെ നിങ്ങൾ പ്രവർത്തിക്കണം, സജീവമാക്കണം എന്നൊക്കെ പറഞ്ഞ് അവരെ ഊർജ്ജസ്വലമാക്കി അവർ വിജയിച്ചു. യുദ്ധമൊക്കെ വിജയിച്ചു കഴിഞ്ഞ് വന്നപ്പോ ഈ കുന്തി എന്തെന്നറിയാമോ? കാട്ടിൽ പോയി. കുന്തി കാട്ടിൽ പോയി. നോക്കൂ, കുന്തിയെ ഇവർ 12 വർഷം വനവാസത്തിന് വേണ്ടി പോകുന്ന സമയത്ത് കുന്തി ദേവി കാട്ടിൽ പോയില്ല. പകരം എന്ത് ചെയ്തു? ആരാണോ ഈ പാണ്ഡവന്മാരെ കാട്ടിലേക്ക് അയച്ചത്, ആ കൗരവന്മാരുടെ മാതാപിതാക്കളെ ശുശ്രൂഷിച്ചുകൊണ്ടാര് നിന്നു? നമ്മളൊക്കെ ആയിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? ധൃതരാഷ്ട്രനും ഗാന്ധാരിക്കും വിഷം കൊടുത്തു വന്നതിനെ ഉറപ്പായിട്ടും. പക്ഷേ ഇത് കുന്തിക്ക് മാത്രം സാധിക്കുന്ന കാര്യമാണ്. കുന്തി അവസാനം പാണ്ഡവന്മാർ വിജയിച്ചു വന്നു കഴിഞ്ഞപ്പോൾ കാട്ടിൽ പോകാൻ തീരുമാനിച്ചു. 5 പേരും കൂടി അമ്മയെടുത്ത്, അമ്മ എന്തമ്മ അമ്മ ഇങ്ങനെയല്ലോ ഞങ്ങളോടൊക്കെ പറഞ്ഞത്, ഊർജ്ജസ്വലമാകണം, പ്രവർത്തിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ കാട്ടിലേക്ക് പോകണോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു, എൻ്റെ കുഞ്ഞുങ്ങളെ, ഇതെനിക്ക് വേണ്ടി പറഞ്ഞതല്ല, നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞതാണ്. കുന്തിക്ക് മാത്രം സാധിക്കുന്ന ഒന്നാണ്. അപ്പൊ കുന്തിയും ഗാന്ധാരിയും നമ്മുടെ മുമ്പിലേക്ക് ആധുനിക കാലഘട്ടത്തിൽ ഏറ്റവും നല്ല മാതൃകയായിട്ടാണ് വ്യാസൻ നമ്മുടെ മുമ്പിലേക്ക് വെക്കുക. മാത്രമല്ല, ഓരോ വ്യക്തിത്വങ്ങളെയും നമ്മുടെ മുമ്പിലേക്ക് വ്യക്തമാക്കി വെച്ചു. ഭീഷ്മരുടെ പ്രത്യേകത എന്താ? ഭീഷ്മർ എല്ലാം ഉപേക്ഷിച്ചയാളാണ്. പക്ഷെ എല്ലാം ഉപേക്ഷിച്ചയാളായ ഭീഷ്മർക്ക് ചിലപ്പോൾ അത്യാഗ്രഹം ഉണ്ടാവും. എല്ലാം ഉപേക്ഷിച്ച ആളല്ലേ? ഭീഷ്മരെ പറ്റി അറിയില്ലേ? ശന്തനു മഹാരാജാവിനെ സത്യവതിയെ വിവാഹം ചെയ്തു കൊടുക്കാൻ വേണ്ടി എന്ത് ചെയ്തു? ഞാൻ രാജ്യത്തിന്റെ അവകാശിയാകില്ല എന്ന് പറഞ്ഞ ഭീഷ്മർ ഒരു സന്ദർഭത്തിൽ ദുര്യോധനൻ പറഞ്ഞു, ഇതെന്റെ രാജ്യം, ഞാനിതിൻ്റെ ഒരംശം പോലും പാണ്ഡവന്മാർക്ക് കൊടുക്കില്ല എന്ന് പറഞ്ഞ ഭീഷ്മർ ചോദിക്കുക, എടാ ഇത് എൻ്റെ ആടാ, നിനക്കൊക്കെ ആരുടെ അവകാശം എന്ന് ചോദിച്ച ആളാണ് ആരാ? ഭീഷ്മർ. ഈ ഭീഷ്മർ ശരശയിൽ കിടന്നു. എന്തുകൊണ്ടാണ് കിടന്നത്? ധർമ്മം അറിയാവുന്ന ആളാണ് ഭീഷ്മർ. ധർമാധർമ്മങ്ങളെ വിവേചിച്ചറിയാൻ സാധിക്കുന്ന ആളാണ് ഭീഷ്മർ. ആ ഭീഷ്മർ 64 ദിവസം ശരശയിൽ കിടക്കേണ്ടി വന്ന കാരണം എന്താണ്? വ്യാസഭഗവാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ,
ധർമ്മത്തെ അറിയാവുന്നവൻ അധർമ്മം പ്രവർത്തിക്കുമ്പോൾ ഒന്നുകിൽ എതിർക്കണം, അല്ലെങ്കിൽ ആ സദസ്സിനെ ഉപേക്ഷിക്കണം. ഇത് രണ്ടും ഭീഷ്മർ ചെയ്തില്ല. എപ്പോഴാ ചെയ്യാഞ്ഞത്? പാഞ്ചാലി വസ്ത്രാക്ഷേപ സമയത്ത്. പാഞ്ചാലി ചോദിച്ചൊരു ചോദ്യമുണ്ട്. പാഞ്ചാലിയെ പരസ്യമായിട്ട് ബലമായിട്ട് പിടിച്ച് സദസ്സിൽ കൊണ്ട് നിർത്തിയാൽ പാഞ്ചാലി ചോദിച്ച ചോദ്യം, പണയത്തിലിരിക്കുന്ന വസ്തുവിന് പണയം വെക്കാൻ അധികാരമുണ്ടോ എന്ന് ചോദിച്ചു. പണയത്തിൽ വെച്ചിരിക്കുന്ന ഒരു വസ്തുവിന് എന്നെ പണയം വെച്ചപ്പോൾ എൻ്റെ ഭാര്യ എനിക്ക് പണയം വെക്കാൻ പറ്റും? ഞാൻ പണയത്തില്ല, ഞാൻ സ്വതന്ത്രനാക്കി പണയം വെക്കാം. പണയത്തിലിരിക്കുന്ന വസ്തുവിനെ മറ്റൊന്നിനെ പണയം വെക്കാൻ സാധിക്കുമെന്നൊരു ചോദ്യം ചോദിച്ചപ്പോൾ ഭീഷ്മർ പറഞ്ഞു, പാഞ്ചാലിയുടെ ചോദ്യം ന്യായമാണ് എന്ന് പറഞ്ഞ് തലകുമ്പിട്ടിരുന്നതല്ലാതെ ഭീഷ്മർ പ്രതികരിച്ചില്ല. ആ ധർമ്മമറിയാവുന്നവൻ അധർമ്മത്തെ എതിർക്കാത്തതിൻ്റെ ഫലമാണ് ഭീഷ്മരുടെ ശരശയ്യ. എന്ന് മാത്രമല്ല, ഈ ഭീഷ്മരും ദ്രോണരും അഡ്വാൻസ് ആയിട്ട് മരണത്തെ സ്വീകരിച്ചവരാ. എന്താ പറഞ്ഞത്? ഭീഷ്മർ ആദ്യമേ പറഞ്ഞു, ഞാൻ ശിഖനോട് യുദ്ധം ചെയ്യില്ല. ദ്രോണർ ആദ്യമേ പറഞ്ഞു, ദൃഷ്ടദ്യുമ്നോട് യുദ്ധം ചെയ്യില്ല. നേരത്തെ സ്വീകരിച്ചവരാണെന്നാണ് പറയാം. അപ്പം ഇങ്ങനെ വ്യത്യസ്തമായ വ്യക്തിത്വങ്ങളെ നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്നു. ദുര്യോധനൻ അസൂയയുടെ, കാമത്തിൻ്റെ, അതേപോലെ തന്നെ എന്താ പറയുക, മനുഷ്യനെ പാപവൃത്തിയിലേക്ക് പ്രവേശിപ്പിക്കുന്ന തലമാണ് ദുര്യോധനൻ്റെതാണെന്ന് പറയാം. ഇങ്ങനെ വ്യക്തിത്വങ്ങളെ വിശകലനം ചെയ്യുമ്പോൾ നമുക്കറിയാം, ആ വ്യക്തിത്വങ്ങളെ ഓരോന്നിലേക്ക് നമ്മുടെ മുമ്പിലേക്ക് വെച്ച് വ്യാസഭഗവാൻ വീണ്ടും ഉദ്ബോധിപ്പിക്കുന്നു. യതോ ധർമ്മസ്തതോ ജയ എന്നാണ് പറയാം. ഈ ഭാരതത്തിൽ നമ്മൾ പഠിച്ച് ആത്യന്തികമായിട്ട് ചെല്ലുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു വസ്തുതയുണ്ട്. ഭാരതത്തിൻ്റെ ആശയത്തെ എവിടെയാണ് പറയേണ്ടത്? ഋഷി എന്താണോ പറഞ്ഞിട്ടുള്ളത് അതിനെ സംഗ്രഹിച്ചാണ് പറയേണ്ടത്. അല്ലാതെ ആധുനിക ചിന്തകന്മാരുടെ, നോക്കൂ, MD വാസു എന്നവർ രണ്ടാമൂഢം എഴുതി. രണ്ടാമൂഢത്തിലെ പാണ്ഡവന്മാരും കൗരവന്മാരും അല്ല വ്യാസന്റെ പാണ്ഡവന്മാരും കൗരവന്മാരും. ശ്രദ്ധിക്കണം. ഒരു കാലഘട്ടത്തിൽ കുട്ടികൃഷ്ണമാരാര് ഭാരത പര്യടനം എന്നെഴുതി. ചിലരെ വിമർശിച്ചു, ചിലരെ സ്വീകരിച്ചു. അതല്ല വ്യാസന്റെ കൗരവന്മാരും പാണ്ഡവന്മാരും. വ്യാസഭാരതത്തിലെ വ്യക്തിത്വങ്ങളിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഒരു വ്യക്തിത്വം ആരാണെന്നറിയാമോ? മറ്റാരുമല്ല, സാക്ഷാൽ ധർമ്മപുത്രരാണ്. ധർമ്മപുത്രൻ എന്ന മഹാവ്യക്തിത്വം മോശമല്ല. കാരണം അദ്ദേഹം സാന്ദർഭികമായ എല്ലാ വശങ്ങളെയും അതിൻ്റെ ജീവിതത്തിൽ 2 കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, ചൂത് കളിക്കാൻ പോകാതിരിക്കാൻ പറ്റില്ല. കാരണം എന്താ? ഒന്നുകിൽ പോകാതിരുന്നുള്ള പ്രശ്നം, മറ്റൊരു വിഷയം വീണ്ടും വരും. 2, ഒരു കള്ളം പറഞ്ഞത് എന്തിനാന്ന് വെച്ചാൽ, കള്ളം സത്യത്തെ, ധർമ്മത്തെ പാലിക്കാൻ വേണ്ടിയുള്ള കള്ളാണ്. ആ കള്ളം പറഞ്ഞതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് നരകം ദർശിക്കേണ്ടി വന്നു. നരകം ദർശിച്ച് സ്വർഗവാതിലെത്തിയപ്പോൾ എന്ത് പറഞ്ഞു? കൂടെയുള്ള അനുജൻ, മഹാപ്രസ്ഥാനം നമ്മൾ നോക്കണം, സമയപരിമിതി ഉള്ളത് കൊണ്ട് വിസ്തരിക്കാത്തതാണ്. ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഓരോരുത്തരും വീഴുകയാണ്. നകുലൻ വീഴുന്നു, സഹദേവൻ വീഴുന്നു, പാഞ്ചാലി വീഴുന്നു, അർജുനൻ വീഴുന്നു, ഭീമൻ വീഴുന്നു, ഒരു നായ മാത്രമായി മാറുന്നു. അവിടെ ചെന്ന് ദേവേന്ദ്രനെ സ്വീകരിക്കാൻ നിൽക്കേണ്ട, ബൊക്കയും മാലയായിട്ട് നിൽക്കുക. എല്ലാ സുഖഭോഗങ്ങളിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? എൻ്റെ അനുജന്മാർക്കും പത്നിക്കുമില്ലാത്ത സുഖം എനിക്ക് വേണ്ട. അപ്പോൾ അവരെല്ലാം അവിടെ ഇരിപ്പുണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ വീണ്ടും പറഞ്ഞു, അങ്ങ് വന്നോളൂ. അപ്പോൾ പറഞ്ഞു, ഇതിനെയും കൂടെ കയറ്റണം കേട്ടോ. ആരെ? ഈ നായയെ കൂടെ കയറ്റണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇവിടെ ഈ ടൈപ്പിനെ എടുക്കില്ല, ഇതൊന്നും വിടില്ല, നായൊന്നും ഇവിടെ കയറ്റില്ല. അപ്പോൾ എന്താ, നമ്മളൊക്കെ ആണെങ്കിൽ നമ്മൾ ഓമനിച്ച് വളർത്തുന്ന മൃഗത്തെ നിഷ്കരണം ഉപേക്ഷിച്ച് സുഖം തേടിപ്പോവും. ഇവിടെയാണ് വ്യാസൻ ധർമ്മപുത്രർ പറഞ്ഞ എന്താന്ന് വെച്ചാൽ, ഇതിനില്ലാത്ത സ്വർഗം എനിക്ക് വേണ്ട. ഒരു ഭരണാധികാരിയുടെ ത്യാഗം, ഒരു ഭരണാധികാരി എന്തിനേയും ത്യജിക്കാൻ തയ്യാറാകണമെന്ന ബോധം. ഇങ്ങനെ വ്യാസഗ്രഥിതമായിരിക്കുന്ന ഭാരതം വിവിധ വിഷയങ്ങളെ നമ്മുടെ മുമ്പിലേക്ക് പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ്. ആ വിഷയങ്ങളെ അനുസൃതമാക്കിയിട്ടുള്ള വിഷയങ്ങളും പ്രഭാഷണങ്ങളുമാണ് നടക്കുന്നത്. അതിൻ്റെ ഇന്നത്തെ പ്രഭാഷണ വിഷയം നമ്മൾ ചുരുക്കി, നമുക്കറിയാം ഒരു വിഷയത്തിൽ സമയക്ലിപ്തതയുണ്ട് എന്നുള്ളതുകൊണ്ട് അതിനെ സമർപ്പിക്കുന്നു. എല്ലാവർക്കും സത്ര സമിതി, ഭക്തജനങ്ങൾ, ഇതിൻ്റെ ആചാര്യന്മാർ, അതേപോലെ തന്നെ ഇതിൻ്റെ കാര്യകർത്താക്കളായിട്ടുള്ള എല്ലാവർക്കും ഭഗവാന്റെ എല്ലാവിധ കൃപാകടാക്ഷങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് സമർപ്പിക്കാം.
ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. അഞ്ചാമത് അഖില ഭാരത പാണ്ഡവീയ മഹാവിഷ്ണു സത്രം